കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമുള്ള നാമത്തിൽ എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ, കർത്താവിൻ്റെ ദാസന്മാർ, അതുപോലെ കർത്താവിൻ്റെ ദാസൻ സുനിൽ പാസ്റ്റർ അവറുകൾ, ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ സുരേഷ് പാസ്റ്റർ, അനുഗ്രഹിതരായ മറ്റ് ശ്രേഷ്ഠന്മാരായ ദൈവത്തിൻ്റെ ദാസന്മാർ, എനിക്ക് മുഖപരിചയമുള്ള ശക്തന്മാരായ ദൈവദാസന്മാർ ഇവിടെ ഉള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആധികാരികമായി ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുന്ന ഒരു കർത്തൃദാസൻ്റെ ചർച്ചിനകത്ത് അത്ര വലിയ ആഴമായുള്ള വചനത്തിൻ്റെ ദൂതുകളൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യകതയില്ല, പ്രത്യേകിച്ച് ആ നിലയിലോട്ടുള്ള അന്തരീക്ഷങ്ങളുമല്ല. എങ്കിലും ദൈവാത്മാവ് ഏത് നിലകളിലൊക്കെയാണ് വ്യക്തികൾ ഉപയോഗിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. കുതിരയെ പലപ്പോഴും നീ ഉപയോഗിക്കാറില്ല, കഴുതകളെ എടുത്ത് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവാത്മാവാണ് അത് ഏത് നിലകളിലൊക്കെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നത് നമുക്കറിയാൻ പറ്റത്തില്ല. സമ്പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന ജീവിതങ്ങളുടെ മേലാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ ദിവസങ്ങളിൽ ഞാൻ എന്താണ് കർത്താവെ ഇവിടെ ശുശ്രൂഷിക്കേണ്ടതെന്ന് വളരെ ദൈവസന്നിധിയിൽ കരയുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് നൽകിയൊരു ദൂത്, അത് എത്രത്തോളം എനിക്ക് മാനുഷികപരമായി എനിക്ക് കാര്യങ്ങൾ ക്രമീകരിക്കും എനിക്കറിയത്തില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ആ കാര്യങ്ങളെ ക്രമീകരിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആ ദൂതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. എഫെസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 20-ാമത്തെ വേദഭാഗമാണ്. ഒരാൾക്ക് ശബ്ദമുയർത്തി ആരംഭത്തിൽ വായിക്കും. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ഒരു നിമിഷം നമ്മുടെ തലവണക്കാം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും അല്പനിമിഷം കൂടെ കർത്താവിനോട് പ്രാർത്ഥിച്ചാട്ട് ആത്മമണ്ഡലത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി. ആരാധനയുടെ ഒഴുക്ക് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചു. ആ ഹൃദയസ്പർശിയായ പാട്ടിൻ്റെ ഈ അടികൾ നമ്മുടെ ഹൃദയത്തിൽ തുളച്ചു കയറി ഇന്ത്യക്ക് വേണ്ടി എന്തും ഏതുമായി തീരുവാൻ ഒരു വലിയ ആത്മപ്രേരണ, ഒരു തള്ളുന്ന ശക്തി പോലെ നമ്മുടെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിശ്ചയമായി ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ത്യയെ നേടുവാൻ, ഈ ലോകത്തെ നേടുവാനുള്ള ഒരു വലിയ ആത്മപകർച്ച ദൈവം നമ്മുടെ മേൽ പകരുവാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവർ അല്പനിമിഷം ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. പാട്ടുപാടി അപ്പോൾ ഒരു സ്പിരിറ്റ് വ്യാപരിച്ച് അത് ഒതുങ്ങുന്നതല്ല. ആ വ്യാപാരം ഉരുണ്ടുകൂടണം. ഒരു മഴ ഭൂമിയിലോട്ട് പെയ്തിറങ്ങുവാൻ അത് ആകാശത്തിൽ ഇരുണ്ട് അത് കൂടുന്നത് പോലെ അത് ഇരുണ്ടു കൂടിക്കൊണ്ടിരിക്കണം. അതിൻ്റെ സമയമാകുമ്പോൾ കരിഞ്ഞ പുല്ലിൻ്റെ മേൽ അത് ഇടിഞ്ഞിറങ്ങി വീഴുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ ദൈവമക്കൾ ഒരുക്കത്തോടു കൂടി ഇരിക്കപ്പെടണം. ആത്മമണ്ഡലത്തിൻ്റെ ആരാധനയുടെ ആ ഒഴുക്കിലോട്ട് വന്നിട്ട് പിന്നെ അണയാൻ പാടില്ല. ആ പവറിൽ തന്നെ ദൈവമക്കൾ സ്തോത്രത്തോടും പ്രാർത്ഥനയോടും ഇരിക്കണം. എങ്കിൽ മാത്രമേ ദൈവാത്മാവിനെ നമ്മൾ ഉപയോഗിക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മാർത്ഥമായി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് അല്പനിമിഷം കർത്താവേ എന്നോട് സംസാരിക്കണം, എന്നെ തൊടണം, എന്നെ സ്പർശിക്കണം. ആ പാട്ടിൻ്റെ ഈ അടികൾ എൻ്റെ ജീവിതത്തിൽ അന്വർത്ഥമായി മാറേണ്ടതിന്, ദൈവാത്മാവിൻ്റെ ഉള്ളറയിലേക്ക് എന്നെ ഇറക്കേണ്ടതിന് എല്ലാവരും ആത്മാർത്ഥമായി ഉണ്ടെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഏറ്റവും പുറകിൽ ഇരിക്കുന്ന വ്യക്തി മുതൽ ഇങ്ങേറ്റം ഇരിക്കുന്ന വ്യക്തികൾ വരെ എല്ലാവരും ആത്മാർത്ഥമായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തത്താലും വചനത്താലും ജയം. സ്വർഗ്ഗത്തിലും ഭൂമിക്കും സകല കുടുംബങ്ങളിലും പേർ വരുവാൻ കാരണമായി ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായിരിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കൃപായും മാർത്തുകൊണ്ട് തിരുസന്നിധിയിൽ കടന്നു വരുവാൻ, ഓമനകുമാരനെ കാൽവരിയുടെ കൊലമരത്തിൽ തകർത്തുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ച നിത്യമായ സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പമായ ചെറിയ ബുദ്ധിക്കൊതുങ്ങാൻ കഴിയാത്ത വിധത്തിൽ അയ്യോ നിന്റെ ആത്മാവിൻ്റെ ഒരു വലിയ ഒഴുക്ക് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ മടക്കപ്പെട്ടതുപോലെയല്ല. ദൈവാത്മാവിൻ്റെ പരിവർത്തനം അതിൻ്റെ തെളിവോടുകൂടെ അതിശക്തിയോടുകൂടെ സഭയുടെ അടിസ്ഥാനപരമായ മണ്ഡലങ്ങളിൽ ശക്തമായ നിലയിൽ ഒരു വലിയ ദൈവപ്രവൃത്തി ഈ ഉപവാസത്തിലൂടെ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത നിലകളിലുള്ളതായ ദൈവപ്രവൃത്തി സ്വർഗത്തിലെ ദൈവം ഇവനകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അതിന് വിരോധമായി പിന്നെയും വെല്ലുവിളിക്കുന്ന പട്ടണാധിപതിയെ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അതിനെ ജയം പ്രഖ്യാപിച്ച് അതിന് മേൽ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽക്കാലം സ്വർഗം ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. ഇരുളിന്റെ അധികാരങ്ങളെ സ്വർഗം തകർക്കണമേ. വചനത്തിന്റെ വാതിൽ തുറക്കും. അവിടെ അഭിഷിക്തദാസന്മാർക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തുതിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിനെ സ്തുതിച്ചാട്ടെ.
വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. എഫെസ്യ ലേഖനം അവന്റെ 1-ാം അധ്യായം 20-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവൻ എന്ന പ്രയോഗം ആരെയാണ് അവിടെ പറയുന്നത്? അവിടെ നോക്കിക്കേ, ആ വേദപുസ്തകം കൊണ്ടുവരെല്ലാവരും ആ പദപ്രയോഗം ഒന്ന് നോക്കിക്കേ. അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. ആരാണ് ക്രിസ്തുവിൽ വ്യാപരിച്ചത്? ക്രിസ്തുവിൽ ഒരാൾ വ്യാപരിച്ചു, ക്രിസ്തുവിൽ എന്തോ വ്യാപരിച്ചു. ക്രിസ്തുവിൽ അത് വ്യാപരിച്ചപ്പോൾ, അവൻ വ്യാപരിച്ചപ്പോൾ ക്രിസ്തുവിൽ ഉണ്ടായ മാറ്റങ്ങൾ, ഒരു 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ തുടർന്ന് ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. അവൻ ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ, ഇവിടെ അവൻ എന്ന പദപ്രയോഗം കൊടുത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ തൃത്വത്തിൽ വിശ്വസിക്കുന്നവരാണ്. പിതാവായ ദൈവം, പുത്രനായിരിക്കുന്ന ക്രിസ്തു, പരിശുദ്ധാത്മാവായ ദൈവം. 3 ആളത്വത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു. പിതാവായ ദൈവം പഴയ നിയമത്തിൽ വെളിപ്പെട്ടു, പുതിയ നിയമത്തിൽ ക്രിസ്തുവായി. ക്രിസ്തു മരിച്ചു, ഉയർത്ത് എഴുന്നേറ്റതിന് ശേഷമായിട്ട് വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് ദാനമായി നൽകി. ഇപ്പോൾ പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. ആ മണ്ഡലത്തിൽ നിന്നുകൊണ്ടാണ് ഇവിടെ വർഷിപ്പ് തന്നെ മടക്കപ്പെടുവാൻ ഇടയായത്. പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെ സ്വാഗതം ചെയ്തുകൊണ്ടാണ്. കാരണം ഈ കാലഘട്ടം പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോൾ ക്രിസ്തുവിൽ ഏതൊക്കെ നിലയിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കപ്പെട്ടുവോ അത് വേദപുസ്തകത്തെ ചിതഞ്ഞ് ഒന്ന് പരിശോധിച്ചിട്ട് ആ ആത്മാവ്, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വ്യാപരിക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിൽ ഉണ്ടായ ആഴമായ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ള ഒരു വാശിയോടുകൂടെയാണ് ഇന്ന് പകൽക്കാലം ഞാനിവിടെ നിൽക്കുന്നത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ വേദപുസ്തകം വിട്ട് നമ്മൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട. നമ്മൾ പത്രോസിനെ ഇവിടെ എടുക്കണ്ട, പൗലോസിനെ ഇവിടെ എടുക്കണ്ട. നമുക്ക് വേണമെങ്കിൽ ആ ഭാഗത്തോട്ട് കടന്നു പോകാം. എന്നാൽ വളരെ പ്രധാനമായി നമ്മൾ ചിന്തിക്കുന്നത് കർത്താവിൽ, യേശുവിൽ, കർത്താവിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കപ്പെട്ടപ്പോൾ കർത്താവിൽ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കപ്പെട്ടുവോ ആ മാറ്റങ്ങൾ ആഴമായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കപ്പെടണം. അതിന് പരിശുദ്ധാത്മാവിനെ യേശു എത്രത്തോളം പ്രാധാന്യത തന്റെ ശുശ്രൂഷയിൽ, തന്റെ ജീവിതത്തിന്റെ എല്ലാ മേടുകളിലും പരിശുദ്ധാത്മാവിനെ എന്തുമാത്രം പ്രാധാന്യത യേശു കൊടുത്തുവോ, യേശു ക്രിസ്തു കൊടുത്തുവോ, അതേ പ്രാധാന്യത ഈ ദിവസങ്ങളിൽ നാം ഒരുമിച്ച് കൊടുക്കുവാൻ പോകുകയാണ്. അങ്ങനെയെങ്കിൽ ബുദ്ധിക്ക് അപ്പുറമായിട്ടുള്ള ഒരു ദൈവ പ്രവൃത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ നമ്മുടെ മധ്യത്തിൽ ചെയ്തെടുക്കാൻ പോകുകയാണ്. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്ന ഒരു വേദഭാഗം, അവൻ ക്രിസ്തുവിലും വ്യാപരിക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വ്യാപരിക്കപ്പെട്ടപ്പോൾ വ്യത്യാസങ്ങളെ കുറിച്ച് 21-22 വേദഭാഗത്തിൽ വ്യക്തമായി താഴോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ താഴത്തെ ഭാഗം അത് പരിശുദ്ധാത്മാവ് ആ ശക്തി സഭയിൽ വ്യാപരിക്കപ്പെട്ടു എന്ന് താഴോട്ട് എഴുതിയിരിക്കുന്നു. ആ ഭാഗം ഇവിടെ നിൽക്കട്ടെ. നമുക്ക് ചിന്തിക്കേണ്ട വിഷയം പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ എങ്ങനെയൊക്കെയാണ് പരിവർത്തനം ചെയ്തത്. എനിക്കറിയാം, ഇന്ന് പകൽക്കാലം നമ്മൾ പാടിയ പാട്ട് തന്നെ ഇന്ത്യയെ യേശുവിനായി നേടണം. ഇന്ത്യയെ യേശുവിനായി നേടണമെങ്കിൽ യേശു നമ്മെ നേടുവാൻ പരിശുദ്ധാത്മാവിൽ ഏതെല്ലാം നിലയിൽ യേശു ആശ്രയിക്കപ്പെട്ടുവോ, ഇന്ത്യയെ നേടുവാൻ നമുക്ക് ആവശ്യം അറിവല്ല, ഡിഗ്രികളല്ല. നമുക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ആശ്രയമാണ്. ആ പരിശുദ്ധാത്മാവിന്റെ ആഴമേറിയ ആശ്രയത്തിനായി ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ച് കൊടുക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകും. അവിടെ ഡിഗ്രി വിഷയമല്ല, അവിടെ പണം വിഷയമല്ല, അവിടെ നിറം വിഷയമല്ല. നിങ്ങൾ ആരായാലും ശരി തന്നെ പരിശുദ്ധാത്മാവിൽ നിങ്ങൾ ആശ്രയിക്കുന്നുവെങ്കിൽ ക്രിസ്തു നമ്മെ നേടുവാൻ ഏതെല്ലാം നിലയിൽ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുവോ അതേ പരിശുദ്ധാത്മാവിൽ സഭ ഒരുമിച്ച് ഇന്ന് പകൽക്കാലം ആശ്രയിക്കാൻ തയ്യാറായാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പാട്ടായിട്ടല്ല നിൽക്കാൻ പോകുന്നത്. ഒരു പ്രകടനമായി, ഒരു നവോത്ഥാനമായി, ഒരു ചലഞ്ചായി മാറുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്നു. അതിനായി നമുക്ക് ഇന്ന് പകൽക്കാലം ഏൽപ്പിച്ചു കൊടുക്കാം. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. നമുക്കറിയാം, പരിശുദ്ധാത്മാവിനെ കാറ്റെന്നും
തീയെന്നും വെള്ളമെന്നും അതുപോലെ വിവിധമായ നീരാവി, ആവി എന്നൊക്കെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. എന്നാൽ പരിശുദ്ധാത്മാവ് വെറും ഒരു ശക്തിയായി മാത്രമല്ല നിൽക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണ് എന്നതിന്റെ വെളിപ്പാട് നമ്മുടെ അകത്തോട്ട് കയറുമ്പോഴാണ് നമ്മിൽ മാറ്റം ഉണ്ടാകുന്നത്. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്യാം. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എനിക്ക് ആ കുറിവാക്യത്തിൽ തന്നെ കുറെ പ്രാവശ്യം പറഞ്ഞാൽ കൊള്ളാം എന്നെനിക്ക് ആശയമുണ്ട്. കാരണം അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. പരിശുദ്ധാത്മാവ് ക്രിസ്തുവിൽ വ്യാപരിച്ചതിന് ശേഷമാണ് താഴോട്ടുള്ള ഭാഗങ്ങൾ. അപ്പൊ നമ്മൾ പിന്നീട് ചിന്തിക്കും. ആ ഭാഗത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് യേശുവിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവ് ക്രിസ്തുവിലൂടെ ചെയ്തെടുത്ത ദൈവപ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ ഒരുമിച്ച് ഇന്ന് പകരക്കാലം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ ദൗത്യം? ആമേൻ, ആമേൻ. പിതാവായ ദൈവം, പുത്രനായിരിക്കുന്ന ക്രിസ്തു. അപ്പോൾ തൃത്വത്തിൽ രണ്ടാമനായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ മഹത്വം കൊടുക്കുക, അല്ലെങ്കിൽ യേശുവിനെ ഉയർത്തുക, യേശുവിനെ മഹിമപ്പെടുത്തുക, യേശുവിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ജോലി. അങ്ങനെയെങ്കിൽ ഇന്ത്യയെ നേടണമെങ്കിൽ, ഇന്ത്യയുടെ നെറുകയിൽ നിന്നുകൊണ്ട് യേശുവിനെ ഉയർത്തണമെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഹൃദയത്തിന്റെ അറകൾ ആത്മാവിൽ തുറന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ പരിശുദ്ധാത്മാവിൽ ഞാനൊരു വെളിപ്പാട് നിങ്ങളോട് പറയാം. ഇന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആരംഭിക്കും. ഇപ്പൊ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ത്യ നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ വാരിക്കുട്ടി പിടിക്കുക എന്നുള്ളതല്ല. ദൈവത്തിന്റെ ബൈബിലെ ഒരു വലിയ കാട് കത്തിക്കുവാൻ ഒരു ചെറിയ തീപ്പെട്ടി തിരിയെ കൊണ്ട് ഉപയോഗിക്കുന്നത് പോലെ ആ തീപ്പെട്ടി കൂടിനകത്ത് കിടക്കുന്ന 10, 25, 30 കൊള്ളി മൊത്തം ഉപയോഗിക്കുന്നില്ലല്ലോ. അതിനകത്തുള്ള ചെറിയ ഒരു കൊള്ളിയെ കൊണ്ട്, ഒരു ചെറിയ ആ കാന്തത്തെ കൊണ്ട്, ഒരു ചെറിയ വെടിമരുന്നിനെ കൊണ്ട് ഒരു വലിയ കാട് കത്തിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിൽ ഒരു വെളിപ്പാട് പറയാം. ഇന്ത്യയെ നേടുന്നത് ആദ്യം നിന്റെ കുടുംബത്തിനകത്ത് രക്ഷിക്കപ്പെടാതെ, കൃപയേറ്റെടുക്കാതെ, നീ പാർക്കുന്ന പട്ടണത്തിൽ ഇരിക്കുന്ന കുടിയിരിപ്പിന്റെ കുഴിമാടങ്ങള് ആത്മാവിന്റെ അധികാരത്തോടെ കൃപയോടെ വെട്ടിമാറ്റാനുള്ള ഒരാത്മാവിന്റെ കത്തൽ സ്തോത്രം പറഞ്ഞ് ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആരാധിക്കുമ്പോൾ വെറുതെ കൈയടിക്കരുത്. ശരിക്കും ആത്മാവിന്റെ പവർ ശരീരത്തിൽ ഏറ്റെടുത്ത് ആത്മാവിന്റെ ബലത്തോടെ, ആത്മാവിന്റെ ശക്തിയോടെ വേണം ദൈവമക്കൾ ആരാധിക്കാൻ. യേശുവിന്റെ രക്തത്താൽ ജയം. ഇന്ന് രാത്രി പകൽക്കാലം ആത്മാവിൽ ഞാൻ കാണുന്നു. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ ശക്തീകരിക്കാൻ പോകുകയാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ഉപവാസ പ്രാർത്ഥനയിൽ തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ എന്നെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ, എന്നെ ശക്തീകരിക്കണമേ, ശക്തന്മാരുടെ വരെ എന്നെ ഉപയോഗിക്കണം. ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ശക്തിയോടെ കരങ്ങളിൽ എടുക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ തലങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പക്ഷേ പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ഉപവസിച്ചിട്ടൊന്നും നമ്മൾ വേണ്ട വിധത്തിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കഴിയാതെ പോകുന്നു. എന്തുകൊണ്ടെന്നറിയാമോ? ഒറ്റ കാരണമേ ഉള്ളൂ, രണ്ടാമത്തെ കാരണമില്ല. എന്താ കാരണം എന്നറിയാമോ? പരിശുദ്ധാത്മാവിലുള്ള 100% ആശ്രയം നമ്മുടെ ജീവിതത്തിൽ ഇല്ല. പാട്ടുപാടി കഴിഞ്ഞ് 2 അന്യഭാഷ പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഒന്ന് പറഞ്ഞ് 2 വിറയിലും വിറച്ച് ഒന്ന് തുള്ളിച്ചാടി അങ്ങ് ഒതുങ്ങുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറുന്നു. പാടില്ല. ഞാൻ നിങ്ങളോട് ദൈവാത്മാവിൽ പറഞ്ഞില്ലേ, നന്ദിയോടെ സ്തോത്രം. ദൈവദാസൻ ലീഡ് ചെയ്തപ്പോൾ ആത്മമണ്ഡലത്തിൽ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, വെറുതെ അന്യഭാഷ പറയരുത്. ഇന്ന് വരെ നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത, ഇന്ന് വരെ നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത ഒരു പുതിയ ഭാഷ, അത് പുതിയൊരു ശക്തിയോടെ നിങ്ങളുടെ നാവിലോട്ട് വരും എന്ന് പറഞ്ഞത് ആ മർമ്മത്തിന്റെ പൊരുളാണ്. അങ്ങനെയെങ്കിൽ കൃപയോട് ഞാൻ പറയാം, ആമേൻ, യേശുവിന്റെ രക്തത്താൽ ജയം. ട്രാൻസ്ഫോമറിൽ അതിന്റെ ശക്തി നിറഞ്ഞിരിക്കുന്നത് പോലെ ആത്മാവിന്റെ പവറോടുകൂടെ ഇരിക്കുന്ന കസേരയിൽ ഇന്ന് നീ ഇരുന്നാൽ ഒരു വെളിപ്പാട് നടക്കും. നീ ഇന്ന് പൊട്ടിത്തെറിക്കും.
യേശുവിന്റെ രക്തത്തിന്റെ ദയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു വെളിപ്പാടാണ് ഞാൻ ദൈവാത്മാവ് പറഞ്ഞത്. ദൈവം നിന്നെ ഉപയോഗിക്കണമോ? യേശുവിൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചതുപോലെ നിന്നിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണം. അപ്പം പറയുമ്പോൾ ഞാൻ അന്യഭാഷ, അതല്ല അതും ഇതുമായിട്ട് വലിയ ബന്ധമില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വ്യാപരിക്കുന്നു, അന്യഭാഷ പറയുന്നു, അത് ശരി തന്നെയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചു, നിങ്ങൾ അന്യഭാഷ പറയുന്നു, അത് ശരി തന്നെയാണ്. പക്ഷേ അതിന്റെ അപ്പുറം ഒരു മർമ്മം കിടക്കുന്നത്, ആ മഹാശക്തിയെ ശരീരത്തിലോട്ട് വഹിക്കുവാൻ, ആ ദൈവകൃപയുടെ വ്യാപാരത്തെ ആത്മമണ്ഡലത്തിൽ ഏറ്റെടുക്കുവാൻ, ആ ദൈവശക്തിയെ ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങളിലേക്ക് ഇറക്കി വിടുവാൻ. എന്തിന്? നിന്റെ ചെറിയ വിരലിൽ വരെ അഭിഷേകത്തിന്റെ ശക്തി നിറഞ്ഞു നിൽക്കുവാൻ. യേശുവിന്റെ രക്തത്താൽ നിങ്ങളോടൊരു വെളിപ്പാട് പറയാം. യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ ശക്തി കിടന്നത് എന്തുകൊണ്ടാണ്? യേശുവിന്റെ ശരീരത്തിൽ മുഴുവനും പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നു. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി യേശുവിന്റെ ശരീരം മുഴുവനും നിറഞ്ഞു നിന്നു. പരിശുദ്ധാത്മാവ് ശരീരം മുഴുവനും നിറഞ്ഞു നിന്നപ്പോൾ നിറഞ്ഞു നിന്ന വസ്ത്രത്തിലും ദൈവത്തിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു വെളിപ്പാട് ദൈവാത്മാവിൽ പറയാം. യേശുവിന്റെ രക്തത്താൽ ഈ പ്രാർത്ഥനകൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ അവസാനത്തെ ഒരു പാട്ടും പാടി ഒരു മൂപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയിലോട്ട് നിങ്ങൾ വരരുത്. ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ ആ പവർ ഏറ്റെടുത്ത് വേണം ഇരിക്കാൻ. എന്നിട്ട് ഒരു പൊട്ടിത്തെറി നിന്നിൽ ഇന്നുണ്ടാകണം. ആ പൊട്ടിത്തെറിയാണ് ഇന്ത്യയുടെ മണ്ണിൽ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി. ഭാരതം പ്രസവിച്ചിട്ട് 33 കോടി ദൈവങ്ങളുടെ അടിവേരുകൾ ആഴത്തിൽ ആത്മമണ്ഡലത്തിൽ വെട്ടിമാറുന്നത് ആ ദൈവകൃപയുടെ ശക്തിയാലാണ്. യേശുവിന്റെ രക്തത്താൽ പോരാ, ആ പവറോടുകൂടെ ആരാധിക്ക്, ആ പവറോടുകൂടെ ദൈവത്തെ സ്തുതിക്ക്, ആ പവറോടുകൂടെ അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ ദുഃഖങ്ങൾ ഉടഞ്ഞു മാറുമ്പോ ഒന്ന് രണ്ട് വെളിപ്പാടിലേക്ക് നമുക്ക് വരാം. ശ്രദ്ധിക്കണം, ഒരു വിടുതലുണ്ടായേ പറ്റത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നു? നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഇന്ത്യയുടെ ഉണർവിനായി എന്നെ തന്നെ സമർപ്പിച്ച് ഞാൻ കഴിഞ്ഞിരിക്കുകയാണ്. ദൈവശക്തി എത്രത്തോളം എന്റെ മേൽ വ്യാപരിക്കപ്പെടുവാൻ കഴിയുമോ അത്രത്തോളം എന്നെ ദൈവത്തിന്റെ ആത്മാവിന്റെ കരങ്ങളിൽ വിട്ടുകൊടുത്തിരിക്കുകയാണ്. എത്ര പേർക്ക് നിങ്ങൾ വിട്ടുകൊടുക്കുവാനായിട്ട് കഴിയും? യേശുവിനെ ഞാൻ ഓർപ്പിക്കുന്ന ദൂത് ഒന്നുകൂടെ, ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അന്യഭാഷയിൽ നീ ഒതുങ്ങരുത്, അന്യഭാഷയിൽ നീ ഒതുങ്ങരുത്. 3, നീ അന്യഭാഷയിൽ ഒതുങ്ങരുത്. ആ മഹാശക്തിയെ നിന്റെ ശരീരത്തിലോട്ട് നീ ഏറ്റെടുക്കണം. ഓ റിബാദരഗസിയാന, യേശുവിന്റെ രക്തത്താൽ ജയം. യേശുവിലേക്ക് ആ മഹാശക്തി ഇറങ്ങി, യേശുവിലേക്ക് ആ ശക്തി അങ്ങോട്ട് ഇറങ്ങി, യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് അണഞ്ഞു, യേശുവിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി. ഈ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ അന്യഭാഷ പറഞ്ഞ് നീ ആ ശക്തിയെ അതേ വെളിപ്പെടുത്തുമ്പോൾ തന്നെ ആ ശക്തി നിന്നെ നിറഞ്ഞ് കവിഞ്ഞ് ഇറങ്ങി. ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവ് വന്നിട്ട് തല പെരുക്കണം. ആ ഒരു അന്തരീക്ഷത്തിൽ വരണം. പരിശുദ്ധാത്മ വന്നിട്ട് നിന്റെ കാല് തരിക്കണം. പരിശുദ്ധാത്മന്റെ മേൽ വന്നിട്ട് നിന്റെ കൈ ഒരു ഭയങ്കര ബലമായി മാറണം. യേശുവിന്റെ നാമത്തിൽ പിശാച് ഇളകുമ്പോൾ പിശാചിനോട് പോരാടുന്ന അഭിഷിക്തന്മാർ, എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് അത് പറയാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് ആനയുടെ ശക്തി അതല്ല, കോടി ആനകളുടെ ശക്തി അല്ല. സഹിക്കാൻ കഴിയാത്ത, വഹിക്കാൻ കഴിയാത്ത ഒരു ഭയങ്കര അഭിഷേകമാണ് ആ സമയത്ത് ഭൂതത്തിന്റെ മേൽ എവരിടുന്ന ഒരു അഭിഷിക്തന്റെ മേൽ വ്യാപരിക്കുന്നത്. ആ ഒരു അന്തരീക്ഷത്തിൽ വേണം ഇന്ന് പകൽ നീ ഇവനകത്തിരിക്കാൻ. ഒന്നുകൂടി പറയാം, യേശുവിന്റെ നാമത്തിൽ അന്യഭാഷ പറഞ്ഞ് നീ ഇരുന്ന് കളയരുത്. ആ പവർ നിന്റെ മേൽ വ്യാപരിക്കപ്പെട്ടിട്ട് നിന്റെ കൈകളിലേക്കും അത് നിന്റെ കാലുകളിലേക്കും നിന്റെ നാവിലേക്കും നിന്റെ കണ്ണുകളിലേക്കും നിന്റെ ശരീരത്തിലേക്കും യേശുവിന്റെ നാമത്തിൽ സമയത്തിന്റെ പരിധി വിഷയമല്ല. ദൈവാത്മാവ് എങ്ങനെയാണ് അന്തരീക്ഷത്തെ കൊണ്ടുവരുന്നത്? ദൈവാത്മാവ് ഏത് നിലയിലാണ് ദൈവകൃപയുടെ വ്യാപാരത്തെ കൊണ്ടുവരുന്നവർ?
രക്തം ജയം, രക്തം ജയം, രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും നോക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും നോക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും നോക്കരുത്. പ്രധാന വിഷയത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നുകൂടെ ദൈവാത്മാവിന്റെ ഉള്ളിൽ തന്ന ദൂത് നിങ്ങളോട് പറയുകയാണ്. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയം. യേശു പിതാവായ ദൈവത്തിൽ നീ വിശ്വസിച്ചു, പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ നീ ഏറ്റെടുത്തു. 2-3 അന്യഭാഷ പാട്ട് കഴിയുമ്പോൾ കുറെ നേരം ഇരുന്ന് അന്യഭാഷ പറയും. അതിൽ നീ ഒതുങ്ങരുത്. ഇതാണ് ഇന്നത്തെ മെസ്സേജ്. നിന്റെ കണ്ണിനകത്തൂടെ ഇത് ചാടണം. യേശുവിന്റെ രക്തത്താലും ജയം. നിന്റെ കണ്ണിനകത്തുകൂടെ ശക്തി പുറത്തു വരണം. ഈ കണ്ണിനകത്തൂടെ നിന്റെ ശക്തി പുറത്തു വരണമെങ്കിൽ നിന്റെ ബോഡി മുഴുവനും നിറയണം. യേശുവിന്റെ രക്തത്തിന്റെ ജയത്തിനായി നന്ദിയോടെ സ്തോത്രം. ആ അന്തരീക്ഷത്തിൽ ഇരിക്കാൻ പറ്റാത്തവർ കൃപയാൽ ഇവിടെ ഇരിക്കരുത്. ഈ ഒരു അന്തരീക്ഷ വലയം ഇത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ പ്രിയരെ. കാരണം ഇവിടെ നിൽക്കാൻ വയ്യാത്തൊരു അന്തരീക്ഷത്തിൽ നന്ദിയോടെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ തന്നെ, ട്രിവാൻഡ്രത്ത് കയറുമ്പോൾ തന്നെ എൻ്റെ കയ്യും കാലും തരിച്ചു വയ്യ. എനിക്ക് എൻ്റെ കണ്ണും നിറയെ, കണ്ണ് തുറക്കാൻ കഴിയാത്ത അഗ്നി യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഇന്ത്യ നേടണമോ? നീ നിറയപ്പെടണം. യേശുവിൻ്റെ നാമത്തിൽ നീ നിറഞ്ഞ് കവിയണം. യേശുവിന്റെ നാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കരുത്. നിന്റെ ബുദ്ധിമണ്ഡലത്തെ വലിച്ച് കീറിക്കളാം, നിന്റെ തിയോളജിയെ വലിച്ച് കീറിക്കളാം, നിന്റെ ഡിഗ്രിയെ വലിച്ച് കീറിക്കളാം, എല്ലാം വലിച്ച് കീറിക്കളാം. ദൈവാത്മാവിനെ നിന്നെ വിട്ടുകൊടാം. നിന്റെ കൈക്കകത്തൂടെ അത് കയറണം, നിന്റെ കാലിലൂടെ അത് കയറണം, നിന്റെ കാലിനകത്തൂടെ തരിപ്പ് കയറണം, നിന്റെ കയ്യിലൂടെ തരിപ്പ് കയറണം, നിന്റെ കണ്ണിനകത്തൂടെ ആ ശക്തി വെളിപ്പെട്ട് വരണം. യേശുവിന്റെ നാമത്തിൽ നീ നോക്കമിടത്ത് ബന്ധനമടിയട്ടെ, നീ ചവിട്ടുമിടത്ത് കെട്ട് പൊട്ടട്ടെ. യേശുവിന്റെ നാമത്തിൽ നീ എവിടെയെല്ലാം ചലിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ആ മണ്ഡലങ്ങൾ ആത്മമണ്ഡലത്തിൽ തകരട്ടെ. തള്ളൽ വന്നിട്ട് അന്യഭാഷ പറയാവൂ. ആത്മാവ് ശരീരത്തെ തള്ളിയിട്ട് അന്യഭാഷ പറയാവൂ. ശ്രദ്ധിക്കുക, പരിശുദ്ധാത്മാവ് തള്ളൽ ഉണ്ടാകണം. ആ തള്ളൽ വന്നിട്ടേ പറയാവൂ. ഒരു വെളിപ്പാടാണ് പറയുന്നത്, ഒരു വെളിപ്പാട് പറയുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയം. ശരീരത്തിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവർക്ക് ഏത് ഉഗാണ്ടയിരുന്നും അന്യഭാഷ പറയാം. പക്ഷേ രണ്ടാമത്തെ മർമ്മം, അഭിഷേകം ശരീരത്തിൽ തള്ളിയിട്ട് വേണം പറയാൻ. അകത്ത് നിറഞ്ഞു തള്ളണം. അങ്ങനെ തള്ളിയാലേ ഈ പാട്ട്, ഈ ഉപവാസ പ്രാർത്ഥനയിൽ അതിൻ്റെതായ ഫലത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഇതിനകത്ത് കൊതിയോട് വന്ന വ്യക്തികളുടെ മേൽ ഇന്ന് അഗ്നിക്കട്ടകൾ വീഴും, അഗ്നിക്കട്ടകൾ വീഴും. ഒന്ന് കത്തിയാ മതി. ആ വെളിപ്പാടിൽ ഒന്ന് തുറന്നാൽ മതി, ഒരു ഉറവ തുറന്നാ മതി. ഇന്ന് യേശുവിന്റെ നാമത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്നുവോ? നിന്റെ തിയോളജി കൊണ്ട് സാധ്യമല്ല, നിന്റെ ഡിഗ്രി കൊണ്ട് സാധ്യമല്ല. ഇതകത്ത് നിന്ന് നിന്റെ മേൽ വെളിപ്പെട്ട് പുറത്തോട്ട് വരട്ടെ. ശക്തി അകത്ത് തള്ളാതെ അന്യഭാഷ പറയരുത്. അതുവരെ നീ വെയിറ്റ് ചെയ്യണം. നിന്റെ കുറവ് ഏറ്റു പറയണം, നിന്റെ ബലഹീനത ഏറ്റു പറയണം. അകത്തെ ദൈവശക്തി തള്ളട്ടെ. ഓ സിയോരി മണലുപോലെ വാരിയിട്ട ബന്ധനങ്ങളും കെട്ടുകളും ശാപങ്ങളും യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് വെട്ടിമാറ്റിക്കൊണ്ടിരിക്കുന്നു. നീ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോകുന്നു. നീ ഒരു കൊടുങ്കാറ്റായി മാറുന്നു. ഇന്ത്യയിൽ നീ ഒരു കൊടുങ്കാറ്റായി മാറാൻ പോകുന്നു. ഇന്ത്യയിൽ നീ ഒരു കൊടുങ്കാറ്റായി, ഇന്ത്യയിൽ നീ ഒരു കൊടുങ്കാറ്റായി. ഓ രാമദരസിയ രദരദുനി റദുനി ബിവരദുല സദരഗഡഗസ്. ഒന്ന് രണ്ട് വെളിപ്പാടിലേക്ക് നമുക്ക് വരേണ്ടതുണ്ട്. ഞാൻ ആ ഭാഗം ഒന്നുകൂടി നിങ്ങളോട് പറയാം.
എല്ലാവരും മാറ്റം പ്രതീക്ഷിക്കുന്നവരാണ്. എല്ലാവരും മാറ്റം പ്രതീക്ഷിക്കുന്നു. ഒരു മെസ്സേജ് നിങ്ങൾക്ക് മാറ്റം അടിസ്ഥാനപരമായിട്ടുണ്ടാകത്തില്ല. അടിസ്ഥാനപരമായി മാറ്റം വരണമോ, പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിൽ ഫുൾ പവറിൽ നിന്നേ പറ്റും. പ്രൈസ് ദി ലോർഡ്. അതിന് ആത്മമണ്ഡലത്തിൽ വ്യാപരിക്കുമ്പോൾ ആ ശക്തി കൊണ്ട് ഇങ്ങനെ കുലുങ്ങാനും പറ്റത്തില്ല. അത് വന്നിട്ട് പുറത്ത് ചാടണം. അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ ദുഃഖങ്ങൾ ഒടിയപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം വെയിറ്റ് കയറുമോ അത്രത്തോളം അടിസ്ഥാനം ഇളകും. എത്രത്തോളം അഭിഷേകം നിങ്ങളുടെ മേൽ ശക്തി ആർജിച്ച് പുഷ്ടി പ്രാപിക്കുന്നുവോ അത്രത്തോളം നിന്റെ വീടിന്റെ ബന്ധനം അഴിഞ്ഞുകൊണ്ടിരിക്കും. നിന്റെ പാർക്കുന്ന ദേശത്തിലേക്ക് അവിടെയാണ് ഇന്ത്യ നേടുന്നത്. എത്രത്തോളം പവർ നിന്റെ മേൽ വ്യാപരിക്കുന്നുവോ അതനുസരിച്ചാണ് അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ ദുഃഖത്തിന്റെ ബന്ധനങ്ങൾ ഉടഞ്ഞു മാറുന്നത്. അതുകൊണ്ട് ആത്മമണ്ഡലത്തിൽ ആടിപ്പോകരുത്. ഈ അരിയാടുന്ന പോലെ ആടിപ്പോകരുത്. അഭിഷേകത്തിന്റെ പവർ വന്നാൽ നിന്നെ തന്നെ തുറന്നങ്ങ് വിട്ടുകൊടുക്കണം. അവിടെയാണ് സ്പ്രെഡ് ആകുന്നത്. യേശുവിന്റെ നാമത്തിൽ ആ ഒരു അന്തരീക്ഷം ഇപ്പോൾ വെളിപ്പെടാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് അത് ജനത്തിന്റെ മധ്യത്തിൽ ശക്തിയോടെ സംഭവിക്കട്ടെ. ദൈവകൃപയുടെ അത്യന്ത വ്യാപാരത്തിന്റെ ശക്തി ആത്മമണ്ഡലത്തിനകത്തിന് പകൽക്കാലം അത് സംഭവിക്കപ്പെടട്ടെ. തുറന്നുവിട്. ഇന്ത്യ മൂടട്ടത്, ഇന്ത്യ മൂടട്ടത്. ഇരുട്ടിന്റെ അധികാരങ്ങൾ തകരട്ടത്. പോരിന്റെ മണ്ഡലങ്ങൾ ആത്മമണ്ഡലത്തിൽ തകരട്ടത്. പൈശാചിക അടിത്തറകൾ ആത്മമണ്ഡലത്തിൽ തകരട്ടത്. തുറന്നുവിട്. മട്ടപ്പെട്ട പ്രവചനവരം നിന്നിൽ വെളിപ്പെട്ടു വരുന്നു. മട്ടപ്പെട്ട വെളിപ്പാട് നിന്നിൽ വെളിപ്പെട്ടു വരുന്നു. ഭൂതത്തെ വെട്ടുവാൻ ചില വ്യക്തികളുടെ മേൽ വിടുവൽ കൈമാറുന്നു. ഇരുളിന്റെ അധികാരങ്ങളെ വെട്ടുവാൻ ദൈവ ചില വ്യക്തികൾക്ക് വിടുവൽ കൈമാറുന്നു. പിശാചിന്റെ അടിത്തറകളെ വെട്ടുവാൻ ദൈവാത്മ വിടുവൽ കൈമാറുന്നു. ഓ ശതരതരതിനി അട്ടകതര ഹടകതര ഗടഗതിനി അർത്തല ഭൂതമവരംസു റൂസിയാരവസി റീവൽ ഭൂതമവരഗതി. നിറയട്ട് വന്നത് അത് ഇടിഞ്ഞ് നിന്റെ മേൽ ഇറങ്ങട്ടെ. ആ കനൽക്കട്ട വന്ന് ഇടിഞ്ഞ് വീഴട്ടെ. ആ കനൽക്കട്ട വന്ന് ഇടിഞ്ഞ് വീഴട്ടെ. ആ കനൽക്കട്ട വന്ന് ഇടിഞ്ഞ് വീഴട്ടെ. നിന്നിലെ കൃപ വെളിപ്പെടണം. കൃപ വെളിപ്പെടണമെങ്കിൽ അഭിഷേകം വെളിപ്പെടണം. പ്രവചനാത്മാവിൽ പ്രവചിക്കണമെങ്കിൽ ആത്മാവ് പുറത്തു വാ. നാവിനെ വിട്ടുകൊട, നിന്റെ കണ്ണ് വിട്ടുകൊട, ചെവി വിട്ടുകൊട, പഞ്ചാന്തരിയങ്ങൾ ആത്മമണ്ഡലത്തിന് വിട്ടുകൊട. ഓ കൈവിഷബന്ധനങ്ങൾ ഇളകി വരട്ടെ. ഭൂതശക്തികൾ ഇളകി വരട്ടെ. അശുദ്ധാത്മാവ് ശക്തികൾ വെളിപ്പെട്ടു വരട്ടെ. രോഗബന്ധനങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. പൈശാചിക അധികാരങ്ങൾ വെളിപ്പെട്ടു വരട്ടെ. ഓ അഗ്നി ആളിക്കത്തുന്നു. അഗ്നി ആളിക്കത്തുന്നു. യെസ്. ഓ ഉറബദരബ സൗദബധരാവി ഉടവൽ ഭൂതമവരംതൽ കമനഗദനി ഉടൽ ഭൂതമവരംതര ഭിമനദി അടൽ ഭൂതമവരംതലദിനി
കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഞാന് ചില വർഷങ്ങൾക്ക് മുമ്പ് കുടുംബമായി അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ വേലയോടുള്ള ബന്ധത്തിൽ ബോംബെയിലായിരുന്നൊരു സമയം. ഞാൻ കാറിൽ കൊണ്ടുവന്ന പ്രിയ ബൈബിളിനോട് ഞാൻ പറയാനിടയായി. വാശി എന്ന് പറയുന്ന സ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ന്യൂ ബോംബെ സെക്ഷന്റെ ഒരു കൺവെൻഷൻ യോഗം നടക്കുന്ന സമയം ബഹുമാനപ്പെട്ട ദൈവദാസനെയാണ് അവിടെ ശുശ്രൂഷിക്കാൻ വിളിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ്, ചില 10-12 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് ഭയങ്കര ക്യൂ, പാസ്റ്റർ പ്രാർത്ഥിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ക്യൂ പിടിച്ച് നിൽക്കുക. അപ്പൊ ഞാൻ ശുശ്രൂഷിക്കുന്ന ഉറാൻ എന്ന സ്ഥലത്താണ്. അപ്പൊ എനിക്ക് അവിടെ ലാസ്റ്റ് വണ്ടി എനിക്ക് പോണം. പക്ഷെ ഭയങ്കര ക്യൂ. ഞാൻ പാസ്റ്ററുടെ കൈ എൻ്റെ തലയിൽ ഒന്ന് വെച്ച്, വേറെ ഒന്നിനുമല്ല, ദൈവമേ ഈ കാലഘട്ടത്തിൽ എന്നെയും കൂടെ ഒന്ന് ഉപയോഗിക്കണമേ എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. ഞാൻ വാച്ച് നോക്കും, ക്യൂ നീങ്ങത്തില്ല. പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മവിശ്വാസത്തിൽ വീട് ഭയങ്കര ദൈവപ്രവൃത്തി നിന്റെ ബോംബെയിൽ വെളിപ്പെട്ടു. അവസാനം എൻ്റെ വണ്ടി പോകാൻ 5 മിനിറ്റ് ഉള്ളപ്പോൾ ഞാൻ ഓടി. പാസ്റ്ററിന്റെ തലയിൽ വെച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്ക് അവസരമുണ്ടായില്ല. പക്ഷേ അന്നത്തെ ആവേശമാണ്, അന്നത്തെ ആവേശം. ഇത് നമ്മിൽ കയറണം. പാട്ടുപാടി വിടരുത്. നിങ്ങൾ ദൈവത്തിന് പ്രയോജനപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അകത്ത് നെഞ്ച് പറിക്കുന്ന ഒരു ആവേശം, ഹൃദയം പൊട്ടുന്ന ഒരു ആവേശം നിങ്ങളുടെ അകത്തിന്ന് വ്യാപരിച്ചാൽ പരിശുദ്ധാത്മാവ് നിന്നെ എടുത്തെറിയും, ഉറപ്പാണ്. അന്ന് ആവേശത്തോടെ ഞാൻ പോയെങ്കിലും കർത്തൃദാസന്റെ എൻ്റെ സമയത്തിന്റെ ബുദ്ധിമുട്ട് നിമിത്തം ബസ് പോകുന്നത് കൊണ്ട്, ബസ് പെട്ടെന്ന് പോകുന്നത് കൊണ്ടും ക്യൂ വീണ്ടും നിൽക്കുന്നത് കൊണ്ടും എനിക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും അന്നത്തെ ആവേശപ്രകാരം ഇതിനുശേഷം പാസ്റ്റർ എത്ര പ്രാവശ്യം എൻ്റെ തലയിൽ കൈവച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? നിങ്ങൾ അന്യഭാഷ പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ ഇരുന്ന് ഉറങ്ങി ചുമ്മാ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ അന്യഭാഷ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പവർ നിങ്ങളുടെ മേൽ വ്യാപരിക്കണം. നിങ്ങൾക്കറിയോ, ഇപ്പൊ എൻ്റെ തല വലിയ തലയാണ്, നിങ്ങൾക്കറിയാമല്ലോ. കുറച്ചുകൂടെ വലുതായിരിക്കാം എൻ്റെ ഇപ്പൊ തല. നന്ദിയോടെ ഈ സമയത്ത് ഏതെങ്കിലും പിശാചുകൾ വിട്ടാൽ കീറിക്കളയും. അത്ര പവർ ഇപ്പൊ നമ്മുടെ അകത്ത് നിൽക്കുകയാണ്. ഞാൻ നിങ്ങളോടൊരു വെളിപ്പാട് ദൈവാത്മാവിൽ പറയാം. ഇരിക്കുന്ന ഈ ഇരിപ്പിടത്തിനകത്ത് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ ഉപവാസത്തിൽ എന്നെ ഇന്ത്യക്ക് വേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം ഒന്ന് കരം ഉയർത്തി പിടിക്കാമോ? എല്ലാ കരം ഉയർത്തിയതായി കാണുന്നു. അങ്ങനെ എങ്കിൽ ഒരു മണ്ടനെ പോലെ, എന്താ പറയണ്ടേ, ഒരു മണ്ടനെ പോലെ നിങ്ങൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ഞാനിപ്പോൾ വിട്ടുകൊടുത്താൽ എനിക്കിവിടെ പ്രസംഗം നടക്കത്തില്ല. കാരണം എനിക്ക് നിൽക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാൻ വിട്ടുകൊടുത്താൽ എന്നെ എടുത്ത് എറിഞ്ഞു കളയും. എങ്ങോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ വീണുപോയാൽ ഞാൻ അങ്ങനെ ആത്മാവിനെ എടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു അഭിഷിക്തൻ ഇവിടെ ശുശ്രൂഷിക്കാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഒരു പരിജ്ഞാനത്തിൽ ഞാനിവിടെ പിടിച്ചിവിടെ നിൽക്കുന്നു. അത്ര പവർ എൻ്റെ മേൽ വ്യാപരിച്ചു നിൽക്കുകയാണ്. എത്ര പേർക്ക് പറയാൻ കഴിയും, അതെ, നീ ഇരിക്കുന്ന കസേരയിൽ, ആമേൻ, നീ ഇരിക്കുന്ന മണ്ഡലത്തിൽ പാസ്റ്ററെ ഇരിക്കാൻ പറ്റാത്തൊരു തള്ള എൻ്റെ മേൽ വന്ന് കയറുകയാണ്. അകത്തോട്ട് കയറുന്നവർ ഏൽപ്പിച്ചുകൊടുത്ത് ആരാധിക്കാം. വിശുദ്ധന്മാരിൽ ദൈവത്തിന്റെ അഗ്നി ആളി കത്തുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കാതെ, യെസ്, അത് നിന്റെ മേലും വന്ന് തള്ളട്ടെ. പിശാചിന്റെ ഇരിപ്പിടം നടക്കുന്നുണ്ട്. പിശാചിന്റെ ഇരിപ്പിടം ബഥേൽ ചർച്ചിന്റെ ബിൽഡിംഗ് പണിക്കവരെ വെല്ലുവിളിക്കുന്ന സകല രാഷ്ട്രീയ മണ്ഡല പോരുകളും യേശുവിന്റെ നാമത്തിൽ അടർന്നു പോകുകയാണ്. സഭയ്ക്ക് ആരാധിക്കാം. ഓ ആത്മാമണ്ഡലത്തിന് വിട്. ആത്മാവിന്റെ അധിവാസം, ആത്മാവിന്റെ തിരുനിവാസം, ആത്മാ
ആത്മാവിന്റെ അധിവാസം, ആത്മാവിന്റെ അളവറ്റ വ്യാപാരം, താങ്ങാൻ കഴിയാത്ത ശക്തി നിന്റെ ആത്മമണ്ഡലത്തിൽ എടുത്തെറിയുകയാണ്. അവിടെ കത്തുന്നു, അവിടെ കത്തുന്നു, അവിടെ കത്തുന്നു. സഹോദരന്മാരുടെ ഭാഗത്ത് അവിടെ കത്തുന്നു. അവിടെ ഒരു അഗ്നിക്കട്ട വീഴുന്നു. അവിടെ ഒരു അഗ്നിക്കട്ട, അവിടെ അവിടെ നിന്റെ മേൽ ഇളകി വാ, ഇളകി വാ. ബുദ്ധിമണ്ഡലങ്ങൾ ഇവിടെ പഠിച്ചു വെച്ചവെല്ലാം മറക്ക്. ഡിഗ്രികളെ വലിച്ച കളാം, നിന്റെ അറിവുകളെ കളാം. ദൈവാത്മാവിന് വിടാം, ആത്മമണ്ഡലത്തിന് വിടാം. Urasibala duraba sibali rudala dara duraba baridi ataraga daga daga didi atadala കാലുകൾ പെരുക്കട്ടെ, കാലുകൾ പെരുക്കട്ടെ, കൈകൾ പെരുക്കട്ടെ, അസ്ഥികൾ ചലിക്കട്ടെ, ചൂട് കയറട്ടെ. ആത്മമണ്ഡലത്തിന്റെ വിടവൽ നിന്റെ അകത്തോട്ട് വ്യാപരിക്കട്ടെ. യെസ്, മാറ്റങ്ങൾ സംഭവിക്കട്ടെ. ദൈവത്താൽ വരുന്ന മാറ്റം, പരിശുദ്ധാത്മാവിനാൽ വരുന്ന മാറ്റം ഈ സഭയ്ക്കകത്തുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന് വരുന്ന മാറ്റം ഇവനകത്ത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിന് വരുന്ന മാറ്റം ഇവനകത്ത് കനൽക്കട്ടകൾ വന്ന് സഭയ്ക്കകത്ത് വീഴുന്നു. കനൽക്കട്ടകൾ വന്ന് വീഴുന്നു. നമുക്ക് സംഭവിച്ചൊരു വലിയ പരാജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അറിവുകളിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന് നിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. നിന്നെ ഭാരതത്തെ ഉപയോഗിക്കണമോ? പ്രസംഗം കൊണ്ട് സാധ്യമല്ല. ദൈവവചനത്തിന്റെ പ്രസംഗം കൊണ്ട് മാത്രം ഭാരതത്തെ നേടാൻ കഴിയില്ല. ഇന്ത്യയെ നേടണമോ? പരിശുദ്ധാത്മാവിലല്ലാതെ സാധ്യമല്ല. ബഹുമാനപ്പെട്ട എന്റെ ശ്രേഷ്ഠനായ ദൈവദാസൻ പറഞ്ഞത് ഞാൻ ഓവർടേക്ക് ചെയ്യുകയല്ല. ഇന്ത്യ നേടാനെങ്കിലും പറ്റിയില്ലെങ്കിൽ നിന്റെ കുടുംബത്തെങ്കിലും നേടുന്നു. യേശുവിന്റെ നാമത്തിൽ ജയം. നിന്റെ കുടുംബക്കാരെങ്കിലും നേടാൻ നീ പറ, ദൈവമേ ഒരു ശക്തി എനിക്ക് താ. അതില്ലാതെ സാധ്യമല്ല പ്രിയരെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഒരു അടിപൊളി പ്രസംഗിച്ചിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പരിശുദ്ധാത്മാവ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. പരിശുദ്ധാത്മാവ് ചെയ്തേ പറ്റുമത്. പരിശുദ്ധാത്മാവ് അത് ചെയ്തേ പറ്റുമത്. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ഇവനകത്ത് എല്ലാവരും ചെയ്യില്ലെങ്കിലും ഒരു എലിയാവിൽ അവൻ ചെയ്താൽ മതി. സ്വർഗം സന്തോഷിച്ചു. ഓ ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ജയം. പ്രസംഗിക്കാൻ പറ്റാത്ത നാവുകൾ ആത്മമണ്ഡലത്തിൽ കോരിത്തരിക്കുന്നു. അയ്യോ, ദൈവകൃപയുടെ വ്യാപാരത്തിനായി ഏൽപ്പിച്ചു കൊടുക്കുന്നവർ മാന്ത്രിക കെട്ടുകൾ തകരുന്നു. അറിയാമോ? മാന്ത്രിക കെട്ടുകൾ ഇന്ന് തകരുകയാണ്. നിന്നിൽ ആ ശക്തി കവർ ചെയ്യുകയാണ്, വ്യാപരിക്കുകയാണ്. ആ ശക്തി നീ അന്യഭാഷ പറഞ്ഞു വിട്ടല്ലോ, അതല്ലല്ലോ ഇപ്പോൾ വ്യാപരിക്കുന്നവർ. ഇപ്പോൾ പവർ നിന്റെ മേൽ വരല്ല. പവർ നിന്നിലെ ക്യാൻസർ, നിന്നിലെ അഭിഷേകം വരുമ്പോ തെറിച്ചു പോകും. അത് തെറിച്ചു പോകുമെന്ന്. ആ പവർ നിന്റെ മേൽ വരുമ്പോൾ ആ ക്യാൻസർ തെറിച്ചു പോകും. ആ ക്യാൻസർ തെറിച്ചു പോകും. ആ ക്യാൻസർ തെറിച്ചു പോകും. ആ മുഴയില്ലേ, ആ മുഴയില്ലേ, നിന്റെ മേൽ അഭിഷേകം വരുമ്പോൾ, നിന്റെ മേൽ ആ പവർ ഫുള്ളായി വരുമ്പോൾ, നീ നിറഞ്ഞു കവിയുമ്പോൾ ആ മുഴ നിന്നെ വിട്ടങ്ങ് ഇളകിയത് പോകും. ഇളകിപ്പോകും, ഇളകിപ്പോകും. യേശുവിന്റെ നാമത്തിൽ ഇളകിപ്പോകും, ഇളകിപ്പോകും. ആത്മാവിൽ ഞാനത് കാണുന്നു. പരിശുദ്ധാത്മാവ് അത് ചെയ്യും. ശരീരത്തിൽ ദൈവശക്തി ഫുള്ളായി നിറഞ്ഞ് കവിഞ്ഞിട്ട് നീ അങ്ങോട്ട് ഒരു പെരുക്കലുണ്ട്. പെരുക്കൽ, ആ പെരുക്കൽ സഹിക്കാൻ വയ്യാതെ വന്നപ്പോഴാ എൻ്റെ സ്നേഹിതനായ കർത്താവിൻ്റെ ദാസൻ ആത്മാവിൽ അങ്ങ് വിട്ടുകൊടുത്തപ്പെടുത്ത് അങ്ങ് എറിഞ്ഞത്. ആ തലത്തിലോട്ട് നീ വരണം. നീ വന്നില്ല, കസേരയും പിടിച്ച് വെച്ചോണ്ടിരിക്കുക. ഇങ്ങനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്ന മെസ്സേജ് എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ബൈബില് എന്താ ആവർത്തിച്ച് നിന്നോട് പറയുന്നത്? നിന്റെ അകത്തി ദൈവശക്തി വരുവാൻ തടസ്സമായി നിൽക്കുന്ന ആ കെട്ട് നിന്നെ വിട്ട് പൊട്ടി മാറട്ടെ. ഒരു വലിയ ഉണർവിന് സാക്ഷ്യം വഹിക്കേണ്ട ഒരു സഭയാണ് ഈ സഭ. അതിന് നീ തടസ്സമാകരുത്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ അഗ്നി നിന്റെ അകത്താളി കത്തുന്ന ഒരു നിലയിലേക്ക് ദൈവാത്മാവ് കൊണ്ടുവരട്ടെ.
ഓ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട. രോഗശാന്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുഃഖം നിന്റെ മുന്നിൽ ഊട്ടഞ്ഞുകൊണ്ടിരിക്കുന്നു. അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ പരിശുദ്ധാത്മാവ് ആളത്വമായി വ്യാപരിക്കപ്പെടണം. തലയെടുത്തെറി ആത്മമണ്ഡലത്തിൽ. ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ ദിവസം ചെലവിനെ അഗ്നിക്കട്ടകളാക്കുകയാണ്. അഗ്നിക്കട്ടകൾ, അഗ്നി കനൽക്കട്ടകളായി മാറ്റുന്നു. ദൈവാത്മാവ് കനൽക്കട്ടകളായി മാറ്റുന്നു. ഞാൻ നിങ്ങളോടൊരു വെളിപ്പാട് പറയാം. നീ ആരെന്നറിയണമെങ്കിൽ അന്യഭാഷ പറഞ്ഞാൽ പറ്റത്തില്ല. അപ്പോൾ അന്യഭാഷ പറയേണ്ടതല്ല. അന്യഭാഷ പറഞ്ഞാൽ ഞങ്ങൾ കരുതും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. പോരാ. നീ ആരെന്നറിയണമെങ്കിൽ നിന്നിലെ അഭിഷേകം പുറത്തു വരണം. അത് അന്യഭാഷയിൽ ഒതുങ്ങുന്നതല്ല. അത് അന്യഭാഷയാണ് അതിന്റെ പ്രകടനങ്ങളായി വരുന്നതെങ്കിലും നിന്റെ ശരീരത്തിൽ താങ്ങാൻ കഴിയാത്ത ഒരു ശക്തി നിന്റെ അകത്ത് വ്യാപരിച്ച് ആ പൂർണ്ണത, ആ ദൈവാത്മാവ് പരിശുദ്ധാത്മാവിന്റെ പൂർണ്ണതയേറിയ ശക്തി, ആ അളവറ്റ ദൈവശക്തി നിന്നിൽ വ്യാപരിക്കുമ്പോഴാണ് നിന്നിൽ നിന്ന് കൃപാവരങ്ങൾ പുറത്തു വരുന്നത്. അന്നാണ് അറിയുന്നത് നീ പ്രവാചകിയാണ്, നീ പ്രവാചകനാണ്, നിന്റെ മേൽ പിശാചിനെ വെട്ടാനുള്ള ഒരു അധികാരം കിടക്കുന്നു എന്ന് ഇന്ത്യ മഹാരാജ്യം അറിയുന്നത് നിന്നിലെ അഭിഷേകം പുറത്തു വരുമ്പോഴാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഭയങ്കര ആശ്രയം ഇന്ന് പകലിൽ ഇതിനകത്തുണ്ടാകും. ദൈവാത്മാവ് എന്നോട് പറയുന്നൊരു വെളിപ്പാട്, ബഥേൽ ചർച്ചിന്റെ ബിൽഡിംഗ് പണിയോടുള്ള ബന്ധത്തിലുള്ള സകല അടി ഒഴുക്കുകളെയും സ്വർഗത്തിലെ ദൈവം വെട്ടി മാറ്റിക്കളയും. കാരണം വചനം പറയുന്നത് അതേ അഭിഷേകത്തിന്റെ പുഷ്ടിയാൽ മുഖങ്ങൾ ഉടഞ്ഞ് തകരുന്നുവെങ്കിൽ ഈ ഇരിക്കുന്ന 500 ജനത്തിന്റെ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ ഭയങ്കര ശക്തിയാൽ, ആ മുഖത്തിന്റെ പുഷ്ടിയാൽ ആലയത്തിന് വിരോധമായ ആലയപ്പണിക്കെതിരെയുള്ള ആ ബന്ധനം തവിട് പൊടിയാകും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് ഏറ്റെടുക്കുന്ന പ്രിയപ്പെട്ടവർ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാൽ യേശുവിന്റെ നാമത്തിൽ വിടുക. നീ ആരും അറിയട്ടെ, അതിനായി നിന്റെ അഭിഷേകം പുറത്തു വരട്ടെ, ദൈവശക്തി പുറത്തു വരട്ടെ. നിന്റെ കാലുകളിൽ, നിന്റെ കൈകളിൽ, നിന്റെ പഞ്ചാന്തരിയങ്ങളിൽ, നിന്റെ ശരീരമണ്ഡലങ്ങളിൽ ആ ദൈവശക്തിയുടെ വ്യാപാരം ഇറങ്ങി അത് പുറത്തോട്ട് വരട്ടെ. പരിശുദ്ധാത്മാവായ ദൈവം യേശുക്രിസ്തുവിൽ എങ്ങനെയൊക്കെ വ്യാപരിച്ചു അതുപോലെ എന്നിൽ വ്യാപരിക്കണം. നമുക്കൊരു വചനത്തിലോട്ട് കടന്നു വരാം. യേശുവിന്റെ ജനനത്തിലെങ്കിൽ പരിശുദ്ധാത്മാവ് വഹിച്ച പങ്ക് എന്തായിരുന്നു? യേശുവിന്റെ ജനനത്തിൽ പരിശുദ്ധാത്മാവ് വഹിച്ച പ്രധാനപ്പെട്ട ഒരു പങ്ക് വായിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1:20 വാക്യം വായിക്കേണ്ട. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: മറിയ ഗർഭം ധരിച്ചു എന്ന് ജോസഫ് പറഞ്ഞു. ആ സമയത്ത് കല്യാണം കഴിഞ്ഞില്ല, എൻഗേജ്മെന്റ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞൊരു പെൺകുട്ടി ഗർഭം ധരിച്ചു എന്നറിഞ്ഞാൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പയ്യൻ ഒരു കാരണവശാലും അവളെ കല്യാണം കഴിക്കത്തില്ല. ആ ഒരു നിലവാരത്തിലേക്ക് ജോസഫ് വന്നു നിൽക്കുന്ന ഒരു സമയമാണിത്. ശ്രദ്ധിക്കണം. അപ്പോൾ ജോസഫ് മനസ്സുകൊണ്ട് ചിന്തിച്ചു, ഹൃദയം കൊണ്ട് ചിന്തിച്ചു, ഒരിക്കലും ഞാൻ ഇനി മറിയെ വിവാഹം കഴിക്കത്തില്ല എന്ന് പറഞ്ഞ് യോസഫ് തീരുമാനമെടുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത്
ഗബ്രിയേൽ ദൂതൻ വന്ന് ജോസഫിനോട് പറയുന്ന ഒരു വാക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ചിന്തിക്കുന്നത് യേശുവിൽ എങ്ങനെയെല്ലാം പരിശുദ്ധാത്മാവ് ചലിക്കപ്പെട്ടു, യേശുവിനെ എങ്ങനെയെല്ലാം പരിശുദ്ധാത്മാവ് സഹായിച്ചു, ആ ഒരു സഹായവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ദൂത്. അതിന് യേശുവിൽ എങ്ങനെയെല്ലാം പരിശുദ്ധാത്മാവ് സ്വാധീനങ്ങൾ ചെയ്തു. ജോസഫിനോട് ഗബ്രിയേൽ ദൂതൻ പറയുന്നൊരു ദൂതുണ്ട്. എന്താണെന്ന് ഒന്ന് ഉറച്ചു വായിച്ചു വരാമോ? മത്തായി സുവിശേഷം അതിന്റെ 1:20 വാക്യം. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. എങ്ങനെ നിലച്ചിരിക്കുമ്പോൾ? മറിയ എൻഗേജ്മെന്റ് കഴിഞ്ഞു, ഗർഭം ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ലോക അപവാദം വരുത്തി ഇനി ഞാൻ മറിയ വിവാഹം കഴിക്കത്തില്ല എന്ന് അവിടെ ജോസഫ് തീരുമാനമെടുത്ത് നിലച്ചിരിക്കുന്ന സമയം വായിക്കാം. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അടുത്ത വാക്യം. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവളിൽ ഉൽപാദിതമായത് എന്ന് പറഞ്ഞാൽ അവൾ ഗർഭം ധരിച്ചത്, ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് അവിവിഹിത ബന്ധങ്ങളിലൂടെയല്ല, മറ്റൊരു പുരുഷ ബന്ധത്തിലൂടെയല്ല ജോസഫേ സംഭവിച്ചത്. അവിടെ സംഭവിച്ചത് പരിശുദ്ധാത്മാവ് അവളിൽ നിഴലിട്ടു. എന്തെങ്കിലും ലോകം അതിശയിക്കുന്ന, ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം നമ്മിൽ നടക്കണമോ, പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ വ്യാപരിച്ചേ പറ്റത്തുള്ളൂ. എത്ര പേര് വിശ്വസിക്കുന്നു? പരിശുദ്ധാത്മാവ് മറിയയിൽ. ആ പദം ഒന്നുകൂടെ വായിച്ചു വിട്ടാട്ടെ. ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. പരിശുദ്ധാത്മാവിലാണ് യേശു അവൻ മറിയയുടെ ഗർഭപാത്രത്തിൽ ജനിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ സഹായത്താലും പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനത്താലും പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സ്വാധീനം മറിയയുടെ മേൽ ശരീരത്തിൽ വന്നതിന് ശേഷമാണ് പരിശുദ്ധാത്മാവിൽ യേശു മറിയയുടെ ഗർഭത്തിനകത്ത് ജനിക്കപ്പെടുന്നത്. അങ്ങനെ എങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയത്തിനകത്ത് ശരിയായ നിലയിൽ, അതിന്റെ ശരിയായ വളർച്ചയിൽ, അതിന്റെ ശരിയായ പവറിൽ യേശു ജനിക്കപ്പെടണം എങ്കിൽ, നമ്മുടെ അകത്ത് യേശു ശരിയായ രീതിയിൽ വന്നു കയറണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ അധിവാസം നമ്മുടെ മേൽ വേണം. ആ സാന്നിധ്യം നമ്മുടെ ശരീരത്തിനകത്ത് ശക്തിയായി വരാപ്പെടത്തോളം കാലം ഒരിക്കലും യേശു നമ്മുടെ ഹൃദയത്തിനകത്ത് പൂർണ്ണ അളവിൽ വളരുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സാന്നിധ്യം ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിന്റെ മേൽ യേശുവിന്റെ സാന്നിധ്യം ആ ശരീരത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നു. വിശ്വസിക്കുന്ന ഒരു ദൈവത്തെ സ്തുതിച്ചാട്ട്. എന്നാൽ ഇതേ ഭാഗത്ത് തന്നെ മറ്റൊരു ഭാഗം എഴുതിയിരിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 1-35 വാക്യത്തിൽ വായിക്കുമ്പോൾ മറിയയുടെ അടുക്കൽ വന്ന് ഗബ്രിയേൽ പറയുന്ന ഒരു ദൂതുണ്ട്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്നാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം എന്ന് പറയുമ്പോൾ അവൾ മനസ്സിൽ ചിന്തിക്കുന്നത് എന്തൊരു വന്ദനം. എന്നിട്ട് ഗബ്രിയേൽ പറയുന്നു, ഒന്ന് വായിച്ചു വിട്ടാട്ടെ വാക്യം 35. അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ഈ നിന്റെ മേൽ വരും എന്ന ഒരു പദം ഇന്ന് പകൽക്കാലം നമുക്ക് സ്വാഗതം ചെയ്യേണ്ടത് ആവശ്യമാണ്. യേശുവിന്റെ നാമത്തിൽ. മറിയ ചോദിക്കുന്നു അതെങ്ങനെ സംഭവിക്കും? അപ്പോൾ ഗബ്രിയേൽ പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് ദൈവം നിന്റെ മേൽ വ്യാപരിക്കപ്പെടും. എനിക്ക് ആ വാക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് ഗബ്രിയേൽ പറഞ്ഞ ഒരു വാക്കാണ്. അങ്ങനെയെങ്കിൽ ആ വാക്ക് നമുക്കൊന്ന് ഏറ്റെടുക്കാം. ദൈവമേ, ആ പരിശുദ്ധാത്മാവ് മറിയയിൽ വന്നെങ്കിൽ അതേ പവറിൽ എന്റെ മേലും വരട്ടെ. അമ്മയോട് സ്തോത്രം ചെയ്യാമോ?
അമ്മയോട് സ്തോത്രം ചെയ്യാമോ? കൈയടിച്ച് കുറേ സമയമാകുമ്പോൾ കൈയടിച്ച് കുറേ സമയമാകുമ്പോൾ ഇങ്ങനെ പവർ കൂടുന്ന ഒരു അന്തരീക്ഷമല്ല. മറിയയോട് പരിശുദ്ധ ഗബ്രിയേൽ ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ, അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരട്ടെ എന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന എത്ര പേര് ഇവനകത്തുണ്ട്? യോസഫിനോട് പറയുന്നു, പരിശുദ്ധാത്മാവ് അവന്റെ നിഴലിട്ടിരിക്കുന്നു. മറിയയോട് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ യേശു നിന്റെ ഗർഭത്തിനകത്ത് ജനിക്കും. യേശുവിന്റെ രക്തത്താൽ ജയം. ഒരു ഉണർവിന് വേണ്ടി ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേര് ദൈവം എന്നെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്? ആ ആഗ്രഹം നിന്നെ നിറവേറ്റുവാൻ നീ പറയേണ്ട ഒരു വാക്ക്, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരട്ടെ, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരട്ടെ. നമ്മൾ എടുക്കുന്നത് ആ വാക്കാണ്, പരിശുദ്ധാത്മാവ് എന്റെ മേൽ വരട്ടെ. ഓ യേശുവിന്റെ രക്തത്താൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. മറിയ പറയുന്നു, അടിയനിവാ എന്ന് സമർപ്പിച്ചു കൊടുക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയയുടെ അകത്തോട്ട് വന്നു. യേശു മറിയയുടെ ജീവിതത്തിൽ അങ്ങോട്ട് അങ്ങ് ജനിക്കാൻ തുടങ്ങി. മറിയ ഒരു ചലഞ്ചായി മാറി. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നിന്റെ അകത്തോട്ട് വരുമ്പോഴാണ് യേശു നിന്റെ അകത്തോട്ട് ജനിക്കുന്നത്. ആ ജനനത്തിലൂടെയാണ് യേശുവിന് വേണ്ടി നിനക്ക് പ്രയോജനപ്പെടാൻ കഴിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ അളവറ്റ സഹായമില്ലാതെ പരിശുദ്ധാത്മാവിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. എത്ര പേര് വിട്ടുകൊടുക്കുന്നു? കരമടിച്ച് ആരാധിക്കാം. യേശുവിന്റെ രക്തത്താൽ പരിശുദ്ധാത്മാവേ എന്റെ മേൽ വരണമേ എന്ന് ആ ഹൃദയത്തിനകത്ത് എത്ര പേര് തീരുമാനമെടുത്ത് ആത്മമണ്ഡലത്തിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്? ആ ദൈവശക്തി എന്റെ മേൽ വരട്ടെ. ഓ ശിവരതരതലസി അട്ടകതൽ പുള്ളിയടിക്കുന്ന പോലെ ആരും കരമടിക്കരുത്. ആ അന്തരീക്ഷം മനസ്സിലാക്കി, ആ ദൂത് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിന്റെ വിടുതൽ ഏറ്റെടുക്കണം. യേശുവിന്റെ നാമത്തിൽ ഉണ്ടാവല പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അപ്പോൾ നിന്റെ അകത്ത് യേശു ജനിക്കും. ദൈവത്തിന് മേൽ പ്രയോജനപ്പെടണമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്നാലേ ദൈവത്തിന് വേണ്ടി നമുക്ക് പ്രയോജനപ്പെടാൻ കഴിയൂ. യേശുവിന്റെ നാമത്തിൽ പിശാചിന്റെ തല തകർക്കുന്നവൻ, ലോകത്തെ രക്ഷിപ്പാൻ വരുന്നവൻ, പാപത്തെ കഴുകിക്കളയുന്നവൻ, പിശാചിന്റെ തലയെ തകർക്കുന്നവൻ പരിശുദ്ധാത്മാവിലൂടെ യേശുവിന്റെ ആകെ മറിയയുടെ ഗർഭപാത്രത്തിനകത്ത് യേശു ജനിക്കപ്പെട്ടതുപോലെ യേശുവിന്റെ നാമത്തിൽ ഇന്ത്യ മഹാരാജ്യത്തെ ഇളക്കി മറിക്കുന്ന ഒരു ദൈവകൃപ നിന്റെ അസ്ഥിയിലോട്ട് വന്നു കയറുന്നത്, നിന്റെ ശരീരത്തിനകത്ത് വന്നു കയറുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. ഓ ക്ഷീണമൊന്നും നോക്കണ്ട, വേർപ്പുകൾ നിങ്ങൾ നിരീക്ഷിക്കണ്ട. ആവി നിങ്ങൾക്ക് വിഷയമല്ല. ദൈവത്തിന്റെ ആത്മാവ് ചലിക്കപ്പെടുന്നു. വ്യക്തികൾക്ക് മാറ്റം സംഭവിക്കുന്നു, കുടുംബങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു, തലമുറകൾക്ക് മാറ്റം സംഭവിക്കുന്നു, നിന്റെ പ്രാർത്ഥനയ്ക്ക് മാറ്റം സംഭവിക്കുന്നു, നിന്റെ ആരാധനയ്ക്ക് മാറ്റം സംഭവിക്കുന്നു, നിന്റെ ജീവിത മണ്ഡലത്തിന് മാറ്റം സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമ്പോൾ ലോകത്തെ പിശാചിനെ തകർക്കുന്നവർ നിന്റെ ഗർഭപാത്രത്തിനകത്ത് ജനിക്കപ്പെടും. പരിശുദ്ധാത്മാവ് വരാപ്പെടത്തോളം നിന്റെ ഗർഭപാത്രം ശൂന്യമായിരിക്കും. യേശുവിന്റെ രക്തത്താൽ ജയം. വിട്ടുകൊട ശൂന്യമായി കിടക്കുന്ന നിന്റെ ശരീരത്തിനകത്തേക്ക് ആ ദൈവകൃപ ചലഞ്ചായി വരട്ടെ. യേശുവിൻ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിടെ അവരുടെ ഗർഭപാത്രത്തിനകത്ത് ഉരുവായി വരുന്നത് പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ്. പരിശുദ്ധാത്മാവിന്റെ അളവറ്റ വ്യാപാരം, ആ ദൈവത്തിന്റെ ആത്മാവ് അളവറ്റ ശക്തിയോടെ അവളുടെ മേൽ പ്രവേശിക്കപ്പെടുകയും മറിയ ഒരു ചലഞ്ചായി മാറി. ആരാധിക്കാം. ആ ദൈവശക്തിയുടെ വ്യാപാരത്തിൽ വിട്ടുകൊടുത്ത് ആത്മമണ്ഡലത്തിൽ ദൈവമക്കൾ സ്തുതിച്ചാരാധിക്കാം. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാപ്പെടത്തോളം കാലം ഒരിക്കലും ആ നിറവ് നിനക്കുണ്ടാകത്തില്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരാപ്പെടത്തോളം കാലം യേശു നിന്റെ ഗർഭത്തിനകത്ത് ജനിക്കുകയില്ല. ആ കൃപ നിന്റെ മേൽ വരികയില്ല. ആ ദൈവകൃപ നിന്റെ മേൽ വരികയില്ല. ആ ദൈവ സാന്നിധ്യം നിന്റെ മേൽ വരികയില്ല. യേശുവിന്റെ അകത്തോട്ട് വരണമോ? പരിശുദ്ധാത്മാവിനെ സ്വാഗതം ചെയ്. മറിയ ചോദിച്ചു, അതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്, അത് നിന്റെ മേൽ വരും. അപ്പോൾ
യേശു എന്ന് പറയുന്ന മഹാശക്തി നിന്റെ മേൽ ജനിക്കപ്പെടും, നിന്റെ ഗർഭപാത്രത്തിനകത്ത് ജനിക്കപ്പെടും. ഞാൻ വിശ്വസിക്കുന്നു. ഏറിയ കൊല്ലങ്ങളായി ആരാധനയ്ക്ക് വരുന്ന ദൈവമൈവരെ, നീ ചോദിച്ച നിരവധി വിഷയത്തിന് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം മറുപടി വരുന്ന ഒരു പകൽക്കാലമാണ്. എത്ര പേര് വിശ്വസിക്കുവാൻ കഴിയുന്നു? ഏറിയ കൊല്ലങ്ങൾ കൊണ്ട്, ഏറിയ മാസങ്ങൾ കൊണ്ട്, ഏറിയ നാളുകളായി നീ ദൈവത്തോട് ചോദിക്കുന്ന ഒട്ടനവധി വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് മറുപടി വരുന്ന ദിവസമാണ്. എന്തുകൊണ്ട്? പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരുന്നു. ഓ റീബാരാദാസി, ഹൃദയത്തിന്റെ അറകൾ ആത്മാവിന് വിട്ടുകൊട്, ശരീരത്തിന്റെ അറകൾ ആത്മാവിന് തുറന്നുകൊട്. നീ ഒരു ചലഞ്ചായി മാറട്ടെ, നീ ഒരു ചലഞ്ചായി മാറട്ടെ. മറിയ ഒരു ചലഞ്ചായി മാറുന്നു. മറിയ ഉണർവുള്ളവളായി മാറി, അവളുടെ ജീവിതത്തിൽ വിടുതലായി മാറി. ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്നവൻ അവന്റെ ഹൃദയത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ തുടങ്ങി. പിശാചിന്റെ കുഴിമാടം വെട്ടുന്നവൻ, ഓ സാത്താന്റെ തലയെ തകർക്കുന്നവൻ മറിയയുടെ ഗർഭപാത്രത്തിനകത്ത് ഉരുവാകാൻ തുടങ്ങി. തിരുവനന്തപുരം ഭാഗത്ത് ദൈവം ശക്തമായിട്ട് ഉപയോഗിച്ചൊരു ദൈവദാസൻ ഉണ്ടായിരുന്നു. ആ ദൈവദാസന്റെ പേര് ജി ലാസർ സാർ എന്നാണ് അന്ന് വിളിച്ചിരുന്നത്. എംപ്ലോയീസ് ഫയർ ഫെലോഷിപ്പിന്റെ ഒക്കെ സ്ഥാപകനാണ്. കർത്താവിന് വേണ്ടി വളരെ അധ്വാനിച്ച ഒരു ദൈവത്തിന്റെ ദാസനാണ്. PMG ചർച്ചിലെ ഒരു പാസ്റ്ററായിട്ട്, ദൈവദാസനായിട്ട്, ശക്തനായ ഒരു പ്രവാചകനായിരുന്നു. ഒരു വീട്ടിലെ മീറ്റിങ്ങിൽ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഒരു ദൂത് പറഞ്ഞു, ഇന്ന് ഇവിടെ ഒരു യുവാവ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും. ഇന്ന് സാറ് നിത്യവിൽ ചേർക്കപ്പെട്ടു. ഇന്ന് ഇവിടെ ഒരു യുവാവ് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കും, ദൈവം അവനെ ഉണർവിനായിട്ട് ഉപയോഗിക്കും. എന്നിട്ട് കുറെ ദൂതുകൾ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു. പക്ഷെ അത് എനിക്കാണെന്ന് അറിയത്തില്ല. അന്ന് എനിക്ക് 16 വയസ്സേ ഉള്ളൂ. ദൈവമക്കളെ, സംഭവിച്ചൊരു കാര്യം, ദൈവശക്തി എൻ്റെ മേൽ അത് വരുമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഈ ദൂത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ഒരു കാറ്റ് വന്നടിക്കുന്നത് പോലെ ഈ ദൈവദാസൻ ശരവേഗത്തിൽ വന്ന് എൻ്റെ തലയിൽ കൈവച്ചത് മാത്രമേ എനിക്കറിയത്തുള്ളൂ. 3 മണിക്കൂർ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. കറണ്ട് എന്നെ പല പ്രാവശ്യം അടിച്ചിട്ടുണ്ട്. അതൊന്നുമല്ല എന്നെ അടിച്ചത്. എന്നെ അടിച്ച ശക്തി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആ പവർ എൻ്റെ മേലുണ്ട്. ഒരു ഭയങ്കര ശക്തി. ശരിക്കും പറഞ്ഞാൽ ഈ ദൂതിനോടുള്ള ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് എന്നിൽ പ്രവേശിക്കുകയായിരുന്നു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ? നിങ്ങൾ ആ മറിയയുടെ പദങ്ങളൊന്ന് വായിച്ചു നോക്കേ. ഇതെങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ശ്രദ്ധിക്കണം, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ഇരുന്ന് കളയരുത്. ഇരുന്നാൽ ഈ പാട്ടിനനുസരിച്ച് ഇന്ത്യ നേടാൻ പറ്റത്തില്ല. ഒരു വലിയ പവറായി, ഒരു സ്ഫോടനമായി നമ്മൾ മാറണം. സ്തോത്രം പറഞ്ഞില്ലല്ലോ, സ്തോത്രം പറഞ്ഞില്ലല്ലോ. നീ ഒരു കൊടുങ്കാറ്റായി മാറണം. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ പ്രവേശിക്കുകയായിരുന്നു. എന്നെ എടുത്ത് ഇടിച്ച് മറിച്ച്, എന്നെ എടുത്ത് എറിഞ്ഞ് തലകുത്തി മറിച്ച്, എനിക്ക് അറിഞ്ഞുകൂടെ അതെല്ലാം നിലയിലൊക്കെ ദൈവം എന്നെ എടുത്തെറിഞ്ഞെന്ന്. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പ്രവചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രവചിക്കുന്നതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ അടുത്തിരുന്ന പാസ്റ്റർമാർ പറഞ്ഞു, ബൈജു നിനക്ക് പ്രവചനവരം കിട്ടിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ് എൻ്റെ ശരീരത്തിൽ കവിഞ്ഞപ്പോൾ എന്നിൽ ഉൽപ്പാദിതമായത് ഒരു പ്രവചന ശുശ്രൂഷയായിരുന്നു. എന്താ നിങ്ങൾ സ്വത്രം പറയാത്ത? രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവമേ എന്നെ ഉപയോഗിക്കണമേ എന്ന് കരമുയർത്തി പിടിച്ചവർ പരിശുദ്ധാത്മാവിനെ ശരീരത്തിലോട്ട് വഹിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. അങ്ങനെ നിന്നെ വിട്ടുകൊടുത്താൽ നിന്നിൽ നിന്നൊരു കൃപ ഇന്ന് പുറത്തു വരും. ആ കൃപയാണ് ഇന്ത്യയെ കത്തിക്കുന്നത്. കരങ്ങളൊന്ന് കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കാം. രക്തത്താൽ ജയം. കാരണം ആ ദൂതിന്റെ മറ്റുള്ള വ്യാഖ്യാനങ്ങൾക്കൊന്നും നമുക്ക് പോണ്ട. നമുക്ക് ആ ദൂത് എടുത്താൽ മതി. മറിയോട് ദൂതൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പ്രവേശിക്കപ്പെടും. ഈ പ്രവേശനം നമ്മൾ സമ്മതിക്കപ്പെടത്തോളം കാലം ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി നിന്നെ ഉപയോഗിക്കാൻ കഴിയത്തില്ല. പ്രവേശിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ പ്രവാചികയായി മാറും. ചിലപ്പോൾ ഭൂതങ്ങളെ വെട്ടുന്ന അധികാരം
നിന്റെ മേൽ പുറത്തു വരും. ചിലപ്പോൾ നീ ലോകത്തെ ഇളക്കി മറിക്കുന്ന ഒരു അഭിഷിക്ത പ്രസംഗകനായി നീ മാറും. ഒരുപക്ഷെ ഈ അഭിഷേകത്തിന് ഏൽപ്പിച്ചു കൊടുത്താൽ ഈ ലോകത്തെ ആത്മമണ്ഡലത്തിലോട്ട് നയിക്കുന്ന റോക്കം റോളിന്റെ താളം പിഴകൾ തകർന്നുപോയ മണ്ഡലത്തെ വെട്ടി തകർത്തുകൊണ്ട് ആത്മമണ്ഡലത്തിന് വലിയ കോടി ജനനദിയെ അഭിഷേകത്തിന്റെ ആരാധനയുടെ ഒഴുക്കിലേക്ക് നയിക്കാൻ നിന്നെ ഒരു വർഷിപ്പ് ലീഡറായി ദൈവം അഭിഷേകം ചെയ്ത് പുറത്തു കൊണ്ടുവരും. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്താട്ടെ. കരം പിടിച്ചിരിക്കുന്നവരെല്ലാവരും മുറുക്കെ പിടിച്ചാട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ശ്രദ്ധിക്കേണ്ട. യേശുവിന്റെ നാമത്തിൽ കരം പിടിച്ചിരിക്കുമ്പോൾ ആ പവറോടെ പിടിക്കണം. ആ പവറോടെ. നിങ്ങളുടെ ആരോഗ്യമല്ല അവിടെ വേണ്ടത്, ആരോഗ്യമല്ല അവിടെ വരേണ്ടത്. നമ്മൾ കഴിച്ചിരിക്കുന്ന ആരോഗ്യമല്ല വേണ്ടത്. ശരീരത്തിന് ആരോഗ്യമുണ്ട്, ആ മാനുഷിക ആരോഗ്യമല്ല ഇപ്പോൾ വരേണ്ടത്. നിങ്ങൾ ഇടം ബലം പിടിച്ചിരിക്കുന്ന വ്യക്തികളിൽ നിങ്ങൾ പവർ പാസ് ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ വചനത്താൽ ജയം. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നിങ്ങൾ ഇപ്പോൾ പിടിച്ചിരിക്കുന്ന കരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഒരു ശക്തി പ്രവഹിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ ആരോഗ്യത്തിലല്ല നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത്. നിങ്ങൾ ആ കൈയിലേക്ക് അഭിഷേകത്തിന്റെ പവർ വരണം. അഭിഷേകത്തിന്റെ പവർ വരണമെങ്കിൽ മറിയ തന്റെ ഗർഭപാത്രം പരിശുദ്ധാത്മാവിന് തുറന്നു കൊടുത്തതുപോലെ ശരീരത്തിന്റെ അറകൾ, ശരീരം ദൈവാത്മാവിന് തുറന്നു കൊട. യേശുവിന്റെ നാമത്തിൽ നൂറുകണക്കിന് കൈകളാണ് പിടിച്ചിരിക്കുന്നത്. ഈ കൈകളിലേക്ക് ഒരു അഗ്നി പാസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഈ 9ാമത്തെ ദിവസം അഗ്നി നിന്റെ കൈകളിലൂടെ പാസ് ചെയ്യുന്നു. നീ പിടിച്ചിരിക്കുന്ന കൈ ബന്ധിക്കപ്പെട്ട കൈയാകാം, ആ ബന്ധനം ഇപ്പോൾ അടിയുന്നു. നീ പിടിച്ചിരിക്കുന്ന കൈ കെട്ടപ്പെട്ട കൈയാകാം, ഇപ്പോൾ അടിയുന്നു. നീ പിടിച്ചിരിക്കുന്ന കൈ കടഭാരമുള്ള കൈകളാകാം, യേശുവിന്റെ നാമത്തിൽ അടിയുന്നു. നീ പിടിച്ചിരിക്കുന്ന കൈ ഇന്ത്യയുടെ മഹാരാജ്യത്തിന് വേണ്ടി, ഒരു ഉണർവിന് വേണ്ടി ഉപയോഗിക്കുന്ന കൈകളാകാം. പിടിച്ചിരിക്കുന്ന കയ്യെ തെന്നിക്കളയുന്ന ശക്തി വരട്ടെ. പിടിച്ചിരിക്കുന്ന കയ്യെ തെന്നി മാറുന്ന തുടർന്ന് ദൈവത്തിന്റെ വ്യക്തികളെ സ്പർശിച്ചു തുടങ്ങി. പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ, പുറത്തു വരട്ടെ. അകത്തേക്ക് പരിശുദ്ധാത്മാവ് വന്നിട്ട് ഒരു കൃപയുമായി ഇന്ന് പുറത്തു വരട്ടെ. ഒരു പുതിയ അഭിഷേകവുമായി പുറത്തു വരട്ടെ. ഒരു കൃപയുമായി നീ പുറത്തു വരട്ടെ. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നോക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെ നോക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരെയും ശ്രദ്ധിക്കണ്ട. ആദ്യകാലത്തിലെ ഉണർവുകളിൽ ഇവ സംഭവിക്കപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ അവ സംഭവിക്കപ്പെട്ടു. അസൂസ തെരുവിലും അമേരിക്കൻ പട്ടണത്തിലും അവ സംഭവിക്കപ്പെട്ടു. യേശുവിന്റെ നാമത്തിൽ പിടിച്ചിരിക്കുന്ന കയ്യെ തെന്നി മാറ്റുന്ന ഒരു അഗ്നി നിന്റെ പേര് വരട്ടെ. മറിയയ്ക്ക് മാറ്റം വരണമോ? മറിയ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കണം. പരിശുദ്ധാൻ നിന്റെ മേൽ വ്യാപരിക്കും, നിന്റെ മേൽ നിഴലിടും. മറിയയ്ക്ക് മാറ്റം വരണമോ? മറിയുടെ ജീവിതത്തിൽ മാറ്റം വരണമോ? അവൾക്ക് കൃപ ലഭിക്കണമോ? അവൾ ദൈവപ്രവൃത്തിക്കായി മാറണമോ? രക്ഷിതാവിനെ വഹിക്കുന്ന ഉദരമായി മാറണമോ? അവൾ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കപ്പെടണം. ലോകരക്ഷിതാവിനെ വഹിക്കുന്ന ഒരു ഗർഭപാത്രമായി മാറിയത് അവൾ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്തു. ഇന്ത്യയുടെ ഉണർവിന് നീ ദൈവകൃപയെ വഹിക്കണമോ? അഭിഷേകത്തെ നീ വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിനെ നീ വിട്ടുകൊടുക്കണം, വിട്ടുകൊടുക്കണം. പരിശുദ്ധാത്മാവിനെ നിന്നെ എറിഞ്ഞു കൊടുക്കണം. ദൈവാത്മാവിനെ നിന്നെ എറിഞ്ഞുകൊടും. ഓ ഓ ഓ Oh, Jesus,
Ribaradadava Shaidaradadas Rudarada Shaidaradadas Ridarada Shaidaladadas Rudarada Sandal Kamani Dudababada Pulshavana Dudababagadal Udababadibadula Puldabagadal Karangala Vitugoda Tarabich Deyamadaka യേശുവിന്റെ നാമത്തിൽ വിടുതൽ യേശുവിന്റെ നാമത്തിൽ വിടുതൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കും പരിശുദ്ധാത്മാവായ ദൈവം നിന്റെ മേൽ വ്യാപരിക്കും പരിശുദ്ധാത്മാവായ ദൈവം നിന്റെ മേൽ വ്യാപരിക്കും പരിശുദ്ധാത്മാവായ ദൈവം നിന്റെ മേൽ വ്യാപരിക്കും അപ്പോൾ നീ ഗർഭം ധരിക്കും ഓ ഉദബബ രബദല ഭൗഷബല ദിനദസ് അർത്തല ഭൂഡവ പരിശുദ്ധാത്മാവിനെ വിട്ടുകൊടുക്കുമ്പോൾ നീ ചലഞ്ചായി മാറ്റപ്പെടുന്നു ഒരു പുതിയ കൃപയുമായി നീ പുറത്തേക്ക് വരുന്നു കർത്താവേ സ്തോത്രം ചെയ്ത് ആരാധിച്ച് എല്ലാവരും കരങ്ങളെ തട്ടി ഇറങ്ങട്ടെ തീ ഇറങ്ങട്ടെ തീ ഇറങ്ങട്ടെ തീ ഇറങ്ങട്ടെ തീ ഇറങ്ങട്ടെ തീ ഇറങ്ങട്ടെ തീ നമുക്ക് ആ ഒരു ദൂത് മതി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വ്യാപരിക്കും അപ്പോൾ നിന്റെ ഗർഭം തുറക്കും നിനക്ക് മാറ്റം വരാത്തതിന്റെ കാരണം പരിശുദ്ധാത്മാവിന് നിന്റെ ശരീരം തുറന്നു കൊടുത്തിട്ടില്ല തുറന്നുകൊട് യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന്റെ തറവാട് ബന്ധനം അടിയട്ടെ യേശുവിന്റെ നാമത്തിൽ മുറുകെ പിടിക്കാതെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കാതെ മുറുകെ പിടിക്കാതെ കൈ മുറുകെ പിടിക്കരുത് മുറുകെ പിടിച്ചാൽ ഇരുന്ന് അതെ ജാമായി പോകും സ്തോത്രം നിന്നെ മുറുകെ പിടിക്കല കൈ മുറുകെ പിടിക്കാതെ ആ ശക്തി പിന്നിൽ വന്നിട്ട് നിന്നെ ഇളക്കി മറിക്കട്ടെ നിന്നൊരു മാറ്റം വരട്ടെ മാറ്റം യേശുവിന്റെ നാമത്തിലെ മാറ്റം വരട്ടെ 50 എണ്ണം തിന്നും കുടിച്ചും കിടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു മഴയുടെ മുഴക്കം വരുന്നുണ്ട് 50 എണ്ണം തിന്നും കുടിച്ചും കിടക്കുമ്പോൾ ഏലിയാവ് വിളിച്ചു പറയുന്നത് മഴയുടെ മുഴക്കം ഒരു ഉണർവിനായി ശരീരം വിട്ടുകൊടുത്ത ഏലിയാവ് ആകാവ് തിന്നാനും കുടിക്കാനും പോയി ഏലിയാവ് മുട്ടുമടക്കി കാലുകൾക്കിടയിൽ പല വെച്ച് ദൈവത്തോട് ബല വിളിക്കാൻ തുടങ്ങി സംഭവിക്കട്ടെ ഏറിയ കൊല്ലം കൊണ്ട് ബഥേൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഫോടനമായ ഉണർവ് യേശുവിന്റെ നാമത്തിൽ ഇതിനകത്ത് പൊട്ടി വരട്ടെ തുറന്നു വരട്ടെ ശക്തിയോടെ ഓ പ്രായം ഇവിടെ വിഷയമല്ല വാർദ്ധക്യം ഇവിടെ വിഷയമല്ല വാർദ്ധക്യം ഇവിടെ വിഷയമല്ല രക്തം ചെയ്യാം യേശുവിന്റെ രക്തം ചെയ്യാം പരിശുദ്ധാത്മാവേ വാ പരിശുദ്ധാത്മാവേ പ്രവേശിക്കും പരിശുദ്ധാത്മാവായ ദൈവമേ എന്നിൽ പ്രവേശിക്കപ്പ യേശുവിൽ നീ പ്രവേശിച്ചല്ലോ ഞങ്ങളുടെ മേൽ പ്രവേശിക്ക കർത്താവേ ആ പരിശുദ്ധാത്മാവ് എന്റെ ശരീരത്തിലോട്ട് വാ ഓ കുറവുള്ള ശരീരമാണ് കർത്താവേ ബലഹീനമായ ശരീരമാണ് കർത്താവേ കുറവുകൾ ഉണ്ട് കർത്താവേ ആ ശക്തി ഞങ്ങളുടെ മേൽ വാ കർത്താവേ പരിശുദ്ധാത്മാവ് ഞങ്ങളിലേക്ക് വാ ഓ ഇന്ത്യ നേടണമോ ഇന്ത്യ മനക്ക് നേടണമോ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവിനെ ഞാൻ കാണുന്നു കാറ്റായിട്ടല്ല ഒരാളത്വമായി ഇതിനകത്ത് ഇറങ്ങി നിൽക്കുന്നു ആളത്വമായി
പരിശുദ്ധാത്മാവ് പൂർണ്ണ അളവിൽ ഇറങ്ങി വരുന്ന വ്യക്തിയുടെ നോക്കി പ്രവചിക്കാൻ കഴിയത്തില്ല. മറിയയുടെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചതുപോലെ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ പോകുന്നു. ലോകത്തെ മുഴുവൻ ഇളക്കി മറിക്കത്തക്ക രീതിയിൽ അവൾക്കൊരു ചലഞ്ചായി മാറിയെങ്കിൽ നിന്റെ അകത്തു യേശു പരിശുദ്ധാത്മാവിന് വളരട്ടെ. ഇന്ത്യ യേശുവിനെ നേടും. ഇന്ത്യ യേശുവിനെ നേടണമെങ്കിൽ, നീ ഇന്ത്യയെ നേടണമെങ്കിൽ പരിശുദ്ധാത്മാവിലൂടെ നിന്റെ അകത്ത് യേശു ജനിക്കണം. അതെങ്ങനെ പ്രസംഗിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. യേശുവിന്റെ രക്തത്താലും വചനത്താലും ജയം. ആർക്കും അറിഞ്ഞുകൂടാത്ത മറിയ ഇന്ന് ലോകത്തിലെ സകല എണ്ണം അറിയപ്പെടാൻ കാരണം ഒരൊറ്റ ദൂതേറ്റെടുത്തു. അത് സംഭവിക്കണമോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, നീ അങ്ങ് വിട്ടുകൊടുക്കണം. അപ്പോൾ ക്രിസ്തു നിന്നിൽ ഉരുവായി വരും. അത് ഒരു സ്ഫോടനമായി മാറും. അത് കാൽവറിയിൽ സാത്താന്റെ തലയെ തകർക്കും. യേശുവിന്റെ നാമത്തിൽ ജയം. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടുകൂടെ യേശുവിന്റെ അധികാരം നിന്നിൽ ഉരുണ്ട് കയറുവാൻ പോകുന്നു. വിശ്വസിക്കുന്ന ജനത്തിനായി സ്തോത്രം. നമ്മൾ ഇത്ര പേര് അന്യഭാഷ പറഞ്ഞല്ലോ. ഇനി ആ പവറിലോട്ട് വന്നിട്ട് നിന്റെ അകത്ത ദൈവകൃപ നിറഞ്ഞിട്ട് നീ പൊട്ടിത്തെറിക്കുവാനായി പോകുന്നു. ഒരു ആറ്റം ബോംബിനേക്കാൾ ശക്തിയേറിയൊരു ചലനം ഇന്ന് പകൽ നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് ചെയ്യാൻ പോകുന്നു. അത് ഏറ്റെടുക്കുന്ന ദൈവജനത്തിനായി സ്തോത്രം ചെയ്യട്ടെ. ദൈവാത്മാവ് എന്നോട് പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി ദൈവാത്മ പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം, ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലെ വാക്യം എനിക്കൊന്ന് വായിച്ചു തരണം. ഒന്നും കൂടെ വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. ശ്രദ്ധിക്കണം. മറിയാർക്കും അറിഞ്ഞുകൂടാ, മറിയാർക്കും അറിയത്തില്ല, മറിയെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ല. പക്ഷേ കൃപയോടെ അവൾ കാത്തിരിക്കുന്നു. ആമേൻ. പരിശുദ്ധനെ ഗർഭം ധരിക്കാൻ ഉള്ളിൽ അവൾ ആഗ്രഹത്തോടിരിക്കുന്നു. നമ്മളെപ്പോലെ ഇന്ത്യയുടെ ഉണർവിനായി ദൈവം ഉപയോഗിക്കണം. ഇന്ത്യയുടെ ഉണർവ് നമ്മിൽ സംഭവിക്കണമെങ്കിൽ ഒരു ചത്ത യേശുവല്ല അകത്ത് വരേണ്ടത്. സ്വത്രം ചെയ്താട്ടെ. നല്ല കൃപയുള്ള യേശു നമ്മുടെ അകത്തോട്ട് വരണം. യേശു എന്ന മഹാശക്തി നമ്മുടെ ശരീരത്തിനകത്ത് ശക്തിയോടെ രൂപപ്പെടണം. ആ രൂപപ്പെടുന്നത് പരിശുദ്ധാത്മാവിലാണ്. സ്വത്രം ചെയ്യാമോ? സ്വത്രം ചെയ്യാമോ? മറിയാർക്കും അറിയത്തില്ല. ഇന്ന് മറിയെ പൊക്കി പറയുകയല്ല. ശ്രദ്ധിക്കണം. നമ്മൾ ഒരു ചലഞ്ചായി മാറണം എങ്കിൽ ഗബ്രിയേൽ ദൂതൻ മറിയോട് പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും എന്ന ചോദ്യത്തിന് പരിശുദ്ധാത്മാവായ ദൈവം നിന്നിൽ വ്യാപരിക്കപ്പെടും. അപ്പോൾ നിന്നിൽ യേശു ജനിക്കപ്പെടും. ഇന്ത്യയെ നേടണമെങ്കിൽ യേശുവിന്റെ പൂർണ്ണ ആളത്വത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കണം. ആ ഒരു പവർ നമ്മളിൽ ഉരുവായി വരുന്നത് പരിശുദ്ധാത്മാവിന്റെ സഹായത്താലാണ്. ആ ഒരു ദൈവകൃപയ്ക്ക് വേണ്ടി നമ്മൾ ഇപ്പോൾ ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. ആ ഒരു അന്തരീക്ഷം ജീവിതത്തിൽ ഏറ്റെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ പറയണം: പരിശുദ്ധാത്മാവേ, നീ എൻ്റെ ശരീരത്തിൽ പ്രവേശിക്കണമേ. വേറെ ഒന്നും നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുവോ? എത്ര പേര് ആഗ്രഹിക്കുന്നു? പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് നീ പ്രവേശിക്കണമേ. മറിയ നിന്റെ ശരീരം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്തു. മറിയ ചലഞ്ചായി മാറി. നിങ്ങൾക്കറിയാമോ, ലോകത്തെ ഇളക്കി മറിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലെ ദൈവം മറിയയുടെ ഗർഭപാത്രത്തിൽ ജനിക്കാനായി തുടങ്ങി. രക്തത്താൽ ജയം. പിശാചിന്റെ നാരായ വേരുകളെ വെട്ടുന്നവൻ ഹൃദയത്തിനകട്ടങ്ങോട്ട് ജനിച്ചു കയറാൻ തുടങ്ങി. സകല മന്ത്രവാദത്തിന്റെ അടിത്തറ തകർക്കുന്ന യേശു അവളിൽ ഉരുവാകാൻ തുടങ്ങി.
രക്തത്താലും വചനത്താലും ജയം. സമയം ഇഷ്ടം പോലെയുണ്ട്. നിങ്ങളെ ഒന്നും പ്രോത്സാഹിപ്പിക്കത്തില്ല. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആരാധനയ്ക്ക് വേണ്ടി തള്ളുന്നൊരു അന്തരീക്ഷമല്ല. പരിശുദ്ധാത്മാവ് ശരീരങ്ങളിൽ വ്യാപരിക്കപ്പെടണം. സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ, സ്തോത്രം ചെയ്താട്ടെ. ചുടാര മനാദര ഹദുരി ഹടകശസി. വർഷങ്ങൾ കൊണ്ട് നിങ്ങളുടെ കുടുംബത്തെ ബന്ധിച്ച ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധനത്തിന്റെ കെട്ടുകൾ അഴിയപ്പെടാത്തത് കൊണ്ട് വ്യക്തിബലങ്ങൾ ഇന്നും നിങ്ങളുടെ കുടുംബത്തിൽ കെട്ടപ്പെട്ട് കിടക്കുന്നു. ആ വിധക്കെട്ടിന്റെ അടിത്തറകളെ വെട്ടുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരു പ്രത്യേക അഭിഷേകത്താൽ ഇന്ന് നിറയ്ക്കാൻ പോകുന്നു. ഏൽപ്പിച്ചു കൊടുത്ത് ശക്തമായി പ്രാർത്ഥിക്കണം. ഓരോ വ്യക്തികളോടും ദൂത് പറയാൻ എനിക്ക് ആത്മാവിൽ പ്രയോജനമുണ്ട്. പക്ഷെ ദൈവാത്മാവ് വേറെ ഒരു അളവിൽ വന്ന് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു അന്തരീക്ഷത്തിലൂടെ ഞാൻ ഇപ്പം പോകാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിന്റെ രക്തത്താൽ ജയം. നിങ്ങൾ ഈ ഒരു നിലയിലുള്ള പരിശുദ്ധാത്മാവ് എന്നിൽ വ്യാപരിക്കണമേ എന്ന് പറഞ്ഞ ഉടനെ ഇത് വ്യാപരിക്കൂല. ഇത് വ്യാപരിക്കപ്പെടണമെങ്കിൽ നിങ്ങളുടെ ശരീരം വിശുദ്ധമായിരിക്കണം. സിനിമ കാണുന്ന വ്യക്തികളുടെ ശരീരത്തിൽ ഈ സാന്നിധ്യം വ്യാപരിക്കില്ല. പക്ഷെ അന്യഭാഷ പറയാം, അന്യഭാഷ വേണമെങ്കിൽ പറയാം. സിനിമ കാണുകയും അന്യഭാഷ പറയുകയും ചെയ്യാം. സിനിമ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ സിനിമ കണ്ടുകൊണ്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അന്യഭാഷ പറയാം. അതിന് കുഴപ്പമൊന്നുമില്ല. ഇഷ്ടം പോലെ അന്യഭാഷ പറയാം. ഇരുന്നിരുന്ന് ഞാനും ഇന്ത്യ നേടും എന്ന് പറഞ്ഞ അന്യഭാഷകൾ പറയാം. അതിന് കാര്യമില്ല. ഞാൻ ഈ പറഞ്ഞ ആത്മാവിന്റെ വെളിപ്പാട് ദൈവാത്മാവിന്റെ ദൂതാണ് പറയുന്നത്. ശരിക്കും ആ പവർ നിന്റെ അകത്ത് വ്യാപരിക്കണമെങ്കിൽ സിനിമ കാണുന്നവരുടെ ശരീരത്തിൽ ഇത് വ്യാപരിക്കില്ല. അനാവശ്യമായ നെറ്റ് ഉപയോഗിക്കുന്നവർ, അനാവശ്യമായി നെറ്റുകളിൽ കയറി യാത്ര ചെയ്യുന്നവർ, അവിടെ തലക്കകത്ത് അത് വ്യാപരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദൈവശക്തി അവരിൽ വ്യാപരിക്കില്ല. പക്ഷെ അവർക്ക് വേണമെങ്കിൽ അന്യഭാഷ പറയാം. പക്ഷെ ഈ പവർ നീ ഒരു ചലഞ്ചായി മാറൂല. രക്തത്താൽ ജയം. അനാവശ്യ പുസ്തകങ്ങൾ വായിക്കുന്നവരുടെ ശരീരത്തിനകത്തും ഇത് വ്യാപരിക്കത്തില്ല. ഫേസ്ബുക്ക്, അനാവശ്യമായ ഫേസ്ബുക്കുകളിലൂടെ യാത്ര ചെയ്യുന്നവർക്കും ഈ ശക്തി വ്യാപരിക്കത്തില്ല. തമ്മിൽ പിണങ്ങിയിരിക്കുന്നവർ, മിണ്ടാതിരിക്കുന്നവർ, പൈസ കടങ്ങൾ മേടിച്ചിട്ട് വർഷങ്ങളായി കൊടുക്കാത്ത വ്യക്തികൾ, കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ, അശുദ്ധ ജീവിതം, വിശുദ്ധിയില്ലാത്ത രഹസ്യമായ പാപജീവിതം നയിക്കുന്ന വ്യക്തികളിൽ ഈ സാന്നിധ്യം വ്യാപരിക്കില്ല. ഈ ഒരു അന്തരീക്ഷം ഇറങ്ങി വരൂല. യേശുവിന്റെ രക്തത്താൽ ജയം. അപ്പം ചോദിക്കും, ആരാ പാസ്റ്റേ ഞങ്ങളുടെ പൂർണ്ണതയുള്ളത്? ഞാൻ പറയുന്നു, നിങ്ങളെക്കാൾ ആദ്യത്തെ പാപി ഞാൻ. പക്ഷേ ഒരു കാര്യം ചെയ്യാം. ദൈവമേ, ഇന്നത്തെ ദൂതിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിച്ച് ഇനി ഞാൻ സിനിമ കാണുകയില്ല. ഇനി ഞാൻ അനാവശ്യമായി ഫേസ്ബുക്കിൽ പോകത്തില്ല. അനാവശ്യമായി നെറ്റുകളിലേക്ക് ഞാൻ പോകത്തില്ല. ഞാൻ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ഈ ആരാധന കഴിയുമ്പോൾ നിരന്നു കൊള്ളാം എന്ന് പറഞ്ഞ് നിന്റെ ശരീരം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കണം. നിരപ്പ് പ്രാപിച്ചിട്ട് നിന്റെ ശരീരത്തിന്റെ അറകൾ തുറന്നു കൊടുത്തോ. എന്താ പറയണ്ട, മഞ്ഞ് വന്ന് ഇടിഞ്ഞു പോലെ അതുപോലെ അല്ല, ഭയങ്കര അഗ്നി കഷ്ണങ്ങൾ ശരീരത്തിനകത്ത് വന്ന് കയറും. ഞാൻ പറയാം, ഇന്ത്യ നേടുവാൻ തന്നെ ദൈവം കൃപ തരും. നന്ദിയോ. ആദ്യം നിന്റെ വീടിനെങ്കിലും നേടാനുള്ള കൃപ ഇന്ന് നീ പ്രാപിച്ചെടുക്കണം. ആ പവറോടെ വീട്ടിന്റെ പടി ഇന്ന് നീ കയറി ചവിട്ടണം. യേശുവിന്റെ രക്തത്താൽ TV ഓൺ ചെയ്യുമ്പോൾ വാർത്ത നീ കേട്ടോ, അനാവശ്യമായ ഒന്നിലേക്ക് നിന്റെ കണ്ണു പോകരുത്. ഈ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അല്പസമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളും കുറ്റങ്ങളും കുറവുകളും ഏറ്റുപറയുവാൻ സമയമെടുക്കുന്നു. എല്ലാവരും കണ്ണുകളെ അടച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഈ ദൂതിന്റെ മേൽ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞാൻ പറഞ്ഞ ദൂത് മനസ്സിലായല്ലോ. സിനിമ കാണുന്നവർക്കും അന്യഭാഷ പറയാം. അനാവശ്യമായി ഫേസ്ബുക്കിലൂടെ യാത്ര ചെയ്യുന്നവർക്കും അന്യഭാഷ പറയാം. പല രീതികളിൽ പോകുന്നവർക്കും അന്യഭാഷ പറയാം. പക്ഷേ നീ ഉയർത്തിപ്പിടിച്ചില്ലേ, ഇന്ത്യയുടെ ഉണർവിനായി എന്നെ ഉപയോഗിക്കണമേ എന്ന്. ആ ഒരു തലത്തിലോട്ട് നീ വരണമെങ്കിൽ നിന്റെ രഹസ്യ പാപങ്ങൾ ഇപ്പോൾ നീ ഏറ്റുപറയണം. ദിനങ്ങളായി സിനിമ കാണുന്നവർ ഏറ്റുപറയണം, ഞാൻ ഇനി ആകാത്ത കാഴ്ചയിലേക്ക് പോകത്തില്ല. അങ്ങനെ കാണുന്ന നിന്റെ അകത്ത് ആത്മാവ് അള്ളിപ്പിടിക്കത്തില്ല. മറിയ അവേ വിശുദ്ധിക്ക് വേണ്ടി അവളെ ശരീരം ഒരുക്കി കൊടുത്ത് കാത്തിരുന്നു. അതുകൊണ്ടാണ് ദൂതൻ വന്ന് പറഞ്ഞത്, കൃപ ലഭിച്ചവളെ. ഇവിടെ രണ്ട് കൂട്ടരുണ്ട്, കൃപ ലഭിക്കാത്തവരും കൃപ ലഭിച്ചവരും. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൃപ ലഭിച്ചവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു വെളിപ്പാട് ദൈവാത്മാവിൽ പറയാം. എല്ലാവരും ചേർന്ന് കണ്ണുനീരോടെ ഏറ്റുപറഞ്ഞാട്ടെ. കർത്താവേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. നോട്ടത്തിൽ, സംസാരത്തിൽ, പ്രവൃത്തിയിൽ, നിരൂപണത്തിലൊക്കെ വന്നുപോയത് എന്നോട് ക്ഷമിക്കണമേ. ക്ഷമ. എല്ലാവരും ആരോടെങ്കിലും മിണ്ടാതിരിക്കുന്നുവെങ്കിൽ, ആരോടും നിങ്ങൾ വഴക്കിട്ടിരിക്കുന്നുവെങ്കിൽ, ആരോടെങ്കിലും വൈരാഗ്യം നിങ്ങളുടെ ഹൃദയത്തിന്
അകത്തുണ്ടെങ്കിൽ ഈ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരികയില്ല. എന്തെങ്കിലും കുറവുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, വിട്ടുമാറാത്ത ഏതെങ്കിലും പാപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഈ നിമിഷം പറ, യേശുവേ എന്നോട് ക്ഷമിക്കണമേ കർത്താവേ എന്ന് ഒരു വാക്ക് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായി യേശുവിന്റെ പുണ്യാഹരക്തം കൊണ്ട് നിന്നെ കഴുകി ശുദ്ധീകരിച്ചിട്ട് ഈ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവായ ദൈവം നിന്റെ ശരീരത്തിലോട്ട് പ്രവേശിക്കാൻ പോകുന്നു. പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ ഇന്നു മുതൽ നിനക്ക് മാറ്റമുണ്ടാകും. ഒന്ന്, നിന്റെ പ്രാർത്ഥന ശക്തിയുള്ളതായിരിക്കും, നിന്റെ ആരാധന ശക്തിയുള്ളതായിരിക്കും, നിന്റെ ബൈബിൾ വായന ശക്തിയുള്ളതായിരിക്കും. ഇന്നു മുതൽ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു. എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത്, എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത്, എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത്, എല്ലാവരും ഏൽപ്പിച്ചു കൊടുത്ത്. ഓടാരാമ ശൈഡാരാധ വൈഡവരക്ഷസി. എല്ലാവരും 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 വാപറന്ന് കരഞ്ഞാട്ടെ, വാപറന്ന് കരഞ്ഞാട്ടെ. കർത്താവേ എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ, എന്റെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ എന്നോട് ചേർന്ന് പറയണം. ഒരല്പസമയം കഴിയുമ്പോൾ ദൈവത്തിന്റെ അഗ്നി നിങ്ങളുടെ മേൽ വരും. സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ അവിടുത്തെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വ്യാപരിക്കപ്പെട്ടതുപോലെ എന്റെ മേലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ, എന്റെ മേലും പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ, എന്റെ മേലെ പരിശുദ്ധാത്മാവ് ദൈവം വ്യാപരിക്കണമേ. ആ പവർ എന്റെ മേൽ വ്യാപരിക്കണമേ, ആ പവർ എന്റെ മേൽ വ്യാപരിക്കണമേ. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ജനത്തെ തൊട്, ഇപ്പോൾ ജനത്തെ തൊട്, ഇപ്പോൾ ജനത്തെ തൊട്, ഇപ്പോൾ ജനത്തെ തൊട്. തൊടുന്നു 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 തൊടുന്നു. കനൽക്കട്ടകൾ വന്നു വീഴുന്നു. കനൽക്കട്ടകൾ, കനൽക്കട്ടകൾ ആ സഹോദരന്മാരുടെ ഭാഗത്ത് കനൽക്കട്ടകൾ വന്നു വീഴുന്നു. കനൽക്കട്ടകൾ, കനൽക്കട്ടകൾ ആലയത്തിൽ വീഴുന്നു. 9ാമത്തെ ദിവസം കനൽക്കട്ടകൾ വന്നു വീഴുന്നു, കനൽക്കട്ടകൾ വന്നു വീഴുന്നു. എത്ര പേർ ആരാധിക്കുന്നു? കരങ്ങൾ അടിച്ച് ശക്തിയോടെ. അന്തർക്കടക ചൂടാമാന ഭൂടാമാന വൈഡാമാന ഭൂടാമാന വൈഡാരച്ച. അസാന്നിധ്യം വരുന്നില്ലെങ്കിൽ ശരീരത്തിൽ അഴുക്കുണ്ട്, അസാന്നിധ്യം വരുന്നില്ലെങ്കിൽ ശരീരത്തിൽ അഴുക്കുണ്ട്, അഴുക്കുണ്ട്. ആ പവർ വരുന്നില്ലെങ്കിൽ ശരീരത്തിനകത്ത് പാപം കിടക്കുന്നു, പാപം ശരീരത്തിൽ കിടക്കുന്നു. യേശുവിന്റെ നാമത്തിലെ പവർ ശരീരത്തിലോട്ട് വരട്ടെ. ഒരു ചലഞ്ചായി മാറുന്നു, ഒരു ചലഞ്ചായി മാറുന്നു. ആത്മമണ്ഡലത്തിൽ ഒരു വലിയ ചലഞ്ചായി. ഊടാമാന വൈഡാമാന ജൂഡാരാജ വൈഡാമച്ച ധീരച്ചാര ധീരജല വൈഡവരച്ച ഭീരവരച്ചൽ ഭൂഡവരം വെട്ടിവരത്തുര മച്ചവരത്തിര വെട്ടിവരത്തുര ഭൂഡവരം അന്തലമച്ചവൻ ഔഡവരച്ചല വേദിവരച്ചസ്. ഇരുളിന്റെ അധികാരങ്ങൾ വെളിപ്പെട്ട് വരട്ടെ, പൈശാചിക അധികാരങ്ങൾ വെളിപ്പെട്ട് വരട്ടെ, അന്ധകാര മണ്ഡലങ്ങൾ വെളിപ്പെട്ട് വരട്ടെ, ദൈവകൃപയുടെ വ്യാപാരം വെളിപ്പെട്ട് വരട്ടെ. പരിശുദ്ധാത്മാവ് ശക്തിയോടെ ജനത്തിന്റെ മധ്യത്തിൽ വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെട്, ശരീരത്തെ വിട്ടുകൊട്, ആ പവറിനെ വിട്ടുകൊട്. ആ ദൈവകൃപ നിന്നിലേക്ക് കുമിഞ്ഞിറങ്ങട്ടെ. ആ പാത്രം നിറഞ്ഞ് കവിയുന്നത് പോലെ, ഒരു വെള്ളം കൊണ്ട് പാത്രം നിറഞ്ഞ് കവിയുന്നത് പോലെ.
ഉടാരാജ ഭൂഡാമാന വൈഡാമാന ജൂഡാരാജ വൈഡാനം അമ്പലമച്ചവൻ ഔഡമനച്ചല ഭീരവനം വെട്ടിമരത്തുരമച്ചവരത്തുര വെട്ടിമരത്തുരമച്ചവരത്തിരവെട്ടിമരം വെട്ടമരത്തുരമച്ചവരാജകരുമ്പലമച്ചവര ഉടവനം വെട്ടിമരത്തുരമച്ചവരാതന ഭൂഡവരമ്പലമച്ചവരം വെട്ടിമരത്തുരമച്ചവരത്തുര വെട്ടിമരത്തുരമച്ചവരം ഉദിവിതമച്ചവര ഉടവനച്ചല ഭൂഡവനം വെട്ടമരത്തുരമച്ചവരത്തുര വെട്ടിമരത്തുരമച്ചവരം അമ്പലമച്ചവര ഉടവനച്ചല ഭൂഡവനം ഉടവന ഭുച്ചവരമ്പലമുച്ചവരം പരിശുദ്ധാത്മാവ് നിന്റെ മേൽ മെടലിടാം. ഓ റിയാര ദിയാര ദാരജ രഗത്തര ജഗരഗടകാരകൾ അർത്തല വേദിവല ഭൗഡമവ രത്തൽ കടകത രഗതനി അന്തൽ കടകത രഗത്തനഗട ഹന്തൽ കമനഗടകതനി. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പാട് ഞാൻ പറയുന്നത് സഹോദരന്മാരുടെ ഭാഗത്താണ്. ഫാസ്റ്ററെ, നിങ്ങൾ ദൈവാത്മാവിൽ പറഞ്ഞതുപോലെ ആ ദൈവാത്മാവിന്റെ ഒരു തള്ളൽ എൻ്റെ മേൽ വ്യാപരിക്കുന്നു. ശ്രദ്ധിക്കണം, ഒരു ഭയങ്കര ശക്തി എൻ്റെ മേൽ. നേരത്തെ ഞാൻ അന്യഭാഷ പറഞ്ഞ വ്യക്തിയാണ്, പക്ഷേ ഒരു വലിയ നിറവ് പരിശുദ്ധാത്മാവ് യേശുവിൽ വ്യാപരിച്ചതുപോലെ ഒരു വലിയ നിറവ് എന്നെ വന്ന് സ്പർശിക്കുന്നു. അങ്ങനെ അനുഭവിക്കുന്നവർ മാത്രം കരമുയർത്തി പിടിക്കാം. സഹോദരന്മാരുടെ ഭാഗത്ത് ശരിക്കും കരമുയർത്തി പിടിച്ചാട്ടെ. അവർ മാത്രം മുന്നോട്ട് വരാം. ആ കരം പിടിച്ചവർ മാത്രം, വേറെ ആരും വരരുത്. മുന്നോട്ട് വന്നാട്ടെ. സഹോദരന്മാരുടെ ഭാഗത്ത് അങ്ങനെയുള്ളവർ മാത്രം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ളവർ മാത്രം വന്നാൽ മതി. അവരെയാണ് പ്രത്യേകിച്ച് ഇന്ന് പകൽക്കാലം ദൈവാഭിഷേകം ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ളവർ മാത്രം പ്ലീസ് കരമുയർത്തി. സഹോദരന്മാരുടെ ഭാഗത്ത് പ്ലീസ് അവരും കൂടെ മുന്നോട്ട് വേഗത്തിൽ കടന്നു വരാം. നന്ദിയോടെ സ്തോത്രം. സുനിൽ പാസ്റ്റർ, സോമൽ പാസ്റ്റർ പ്ലീസ്. ഈ കാലഘട്ടത്തിലെ ജോലിക്കുള്ളവനല്ല നീ. അടകം ദുനാ ജഗനി അർദലി വൈഡ മസിയ. ഇസബേലിനെ താഴേക്ക് തള്ളിയിട്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ച ഇസബേലിന്റെ കുഴിമാടം വെട്ടുവാനുള്ള ഒരു ആത്മാവിന്റെ പ്രവചന അഭിഷേകം ഇന്നു മുതൽ നിന്റെ മേൽ വ്യാപരിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഈ ലോകത്തിലെ ജോലിക്ക് വേണ്ടി നീ ഓടരുത്. ലോകമറിയുന്നൊരു പ്രവാചകനാക്കി കണ്ണൂരിന്റെ ഉണർവിന് വേണ്ടി ദൈവം നിന്നെ ഇന്നു മുതൽ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന് ദൈവാത്മാവ് ദൂത് പറയുന്നു. അടർക്കളത്തിൽ അടർത്തി കളയുവാൻ അകത്തളങ്ങളിൽ വെല്ലുവിളിച്ച പൈശാചിക മണ്ഡലത്തിൽ നിന്നും നിന്നെ വീണ്ടെടുത്തവനാണ് ദൈവമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. പാരമ്പര്യത്തിന്റെ ചില കെട്ടുകൾ നിന്റെ ജീവിതത്തിന്റെ ആരാധനയോട് വെല്ലുവിളിച്ച് വിൽക്കപ്പെടുന്നു. അത് ഇപ്പോൾ തന്നെ നിന്റെ ശരീരത്തിൽ നിന്ന് അഴിഞ്ഞു മാറ്റപ്പെടുകയും ദൈവാത്മാവ് ഒരു വെളിപ്പാട് പറയുന്നു. ഒരു തീപ്പന്തം പോലെ പരിശുദ്ധാത്മാവ് നിന്നെ കത്തിപ്പിക്കുന്ന ഒരു വെളിപ്പാട് ദൈവാത്മാവിനെ കാണുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ കരം ശക്തമായി കാട്ടുപള്ളികളെ പിഴുവെടുത്തെറിയത്തക്ക രീതിയിൽ പിശാച് പടർന്നു കിടക്കുന്ന മണ്ഡലത്തെ വേരോടെ പിഴുവെടുത്തെറിയുവാൻ ഇന്നു മുതൽ ഒരു അരിവാള് പോലെ ഒരു വാള് നിന്റെ കൈകളിലേക്ക് ദൈവം ഏൽപ്പിക്കുന്ന ഒരു കാഴ്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു. നിന്ദിക്കപ്പെട്ട സ്ഥാനത്ത് ഈ പ്രാർത്ഥന കഴിയുമ്പോൾ നീ ഉയർത്തപ്പെടുകയും ചെയ്യുമെന്ന് ദൈവാത്മാവ് നിന്നോട് ഒരു വെളിപ്പാട് പറയുന്നു. ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കട്ടെ. യേശുവിനെ കാണുന്ന കാഴ്ച കാട്ടുപള്ളികളെ വെട്ടുവാൻ ഒരു അരിവാള് പോലെ നിന്റെ മേൽ ഇന്നു മുതൽ ആ ശക്തിയുടെ വ്യാപാരം ഇറങ്ങി വ്യാപരിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ദൂത് പറയുന്നു. നുഴഞ്ഞു കയറിയ ചില മണ്ഡലങ്ങളെ വെട്ടുവാൻ ദൈവം ഇന്ന് പകൽക്കാലം അഭിഷേകം തരുന്നു. നുഴഞ്ഞു കയറുന്ന ചില ശക്തികളെ വെട്ടുവാൻ, നുഴഞ്ഞു കയറുന്ന ചില ബന്ധനങ്ങളെ വെട്ടുവാൻ ദൈവാത്മാവിന് പുതിയ അഭിഷേകം തന്റെ ദാസന്റെ മേൽ പകരം ഒരു കാഴ്ച ദൈവാത്മാവ് എനിക്ക് തരുന്നു. നീ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് പകൽക്കാലം നിന്റെ ഭൗതിക മണ്ഡലങ്ങൾ രണ്ട് തലമുറയ്ക്ക് മുമ്പായി ബന്ധിച്ചിരിക്കുന്ന ചില ബന്ധനങ്ങളും കെട്ടുകളും സ്വർഗത്തിലെ ദൈവം ഇന്ന് പകൽക്കാലം അഴിക്കുന്നത് ദൈവാത്മാവിൽ കാണുകയാണ്. നമുക്കൊരു പാട്ടുപാടി ചേർന്ന് ആരാധിക്കുമ്പോൾ ഇവർ കൂടെ പ്രാർത്ഥിക്കാം. ആത്മാവിൽ ശക്തിയോടെ ഇല്ലവർ ചേർന്ന് ആരാധിക്കണം. പ്രാർത്ഥിച്ചവര് പുറകിലോട്ട് പോയി മാറി നിങ്ങൾ ആരാധിച്ചു കൊള്ളണം. ഊടാരാജ ഭൂഡാമാന വൈഡാജാന യേശുവിന്റെ നാമത്തിൽ. ആകയാൽ മകനെ ദൈവാത്മാവിന് വെളിപ്പാട് പറയുന്നു. ഇവിടെ നീ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ പിതൃഭവനമായി നിന്റെ ഭൂമിയെ കെട്ടിവെച്ചതായ ചില ബന്ധനങ്ങളാൽ കാടുകയറി കിടക്കുന്ന ചില മണ്ഡലത്തിന്റെ കുടിയിരിപ്പുകൾ ആത്മാവിന്റെ മണ്ഡലത്തിൽ സ്വർഗം വെട്ടിമാറ്റും ഒരു കാഴ്ച പരിശുദ്ധാത്മാവ് ഞാൻ കാണുന്നു. ഏൽപ്പിച്ചുകൊണ്ടാ
എല്ലാവരും ചേർന്ന് പാടി ആരാധിക്കാം. പ്രാപിച്ചോളാം. ആരാധിച്ച് യേശുവിന്റെ നാമത്തിൽ കരിയല കാറ്റിൽ പറത്തി കളയുന്നത് പോലെ നിന്റെ ജീവിതത്തെ തകർത്ത് കളയുവാൻ നിനക്ക് അവരെ വെല്ലുവിളിക്കുന്ന ചില മണ്ഡലങ്ങൾ ഇന്ന് നിന്നെ വിട്ട് അഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നിന്നെ വിട്ട് അഴിഞ്ഞിട്ടുണ്ട്. ഒരിടത്തും നിന്നെ ഇരുത്തിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടിയൊഴുക്കിൽ അകപ്പെട്ട് നിന്നെ വലിച്ചെറിയുന്ന ഒരു ബന്ധനം ഇന്ന് പകൽക്കാലം സ്വർഗം വെട്ടിമാറ്റിയതായി ദൈവാത്മാവിനെ കാണിക്കുന്നുണ്ട്. ഏൽപ്പിച്ചു കൊടുത്ത് ആരാധിച്ചോ. യേശുവിന്റെ നാമത്തിൽ ആ അടിയൊഴുക്കിന്റെ ശാഖിയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അഴിച്ചു മാറ്റുന്നു. കൃപകളും വളർന്നിടുവാൻ മഴയെ വീണ്ടും മയക്കണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നേ. ഓ കർത്താവേ നീ അറിയുന്നു അവിടുത്തെ ബലങ്ങൾ ആവശ്യമെന്ന്. കർത്താവേ നീ ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോ അതിശയ ലോകത്തിൽ വന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അതിശയം പോ അതിശയ ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പുലർവാവേ ബലം തരണേ. ആദിയിലെന്ന പുലർവാവേ അമിത ബലം തര ഒരു പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയാ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലങ്ങൾക്ക് ആവശ്യമില്ല. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാധാന്യ ശക്തിയെ ജയിച്ചിടും. ഓ ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ സേവ ചെയ്യുവാൻ അത്തിജ്വാല പോലെ ഇടിമുഴക്കത്തോടെ അത്തിജ്വാല പോലെ അത്തിനാവുകളിൽ അത്തിനാവുകളിൽ ആത്മാവ് കരിയണമേ. അഭിഷേകം ഹല്ലേലൂയ. ആത്മാവേ ഓ അഭിഷേകം അഗ്നിജ്വാല പോലെ അഗ്നിജ്വാല പോലെ ഇടി മുഴക്കത്തോടെ അഗ്നിജ്വാല പോലെ ഇടി മുഴക്കത്തോടെ അഗ്നിനാവുകളിൽ മേൽ പതിയണമേ. അഗ്നിനാവുകൾ ഓ ആത്മാവേ കരിയണമേ. അഭിഷേകം ഹല്ലേലൂയ. ആത്മാവേ കരിയണമേ. ഓ അഭിഷേകം അഗ്നിജ്വാല പോലെ മുഴക്കത്തോടെ അഗ്നിജ്വാല പോലെ ഇടി മുഴക്കത്തോടെ അഗ്നിനാവുകളിൽ പതിയണമേ. അഗ്നിനാവുകൾ സൈന്യത്താലേ അല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാശക്തിയാണത്രേ.
എല്ലാ ശക്തിയാലും ദൈവത്തിന്റെ ആത്മാ. ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം ദൈവസഭ. ഓ ആർത്തുപാടി സ്തുതിക്കാം ഹല്ലേലൂയ പാടാം ആണിക്കല്ലു കയറ്റാം. ഓ പരമപിതാവേ ഓ അരയോളം പോരാ വലിയൊരു ജീവ. തോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുക. നീട്ടിത്തല്ലാതെ കാണപ്പാൻ വയ്യാത്ത നീരുറവയിണ്ട് തുറന്ന് നീട്ടിത്തല്ലാതെ കാണപ്പാൻ വയ്യാത്തവനാ നഗനഗ ജഗനഗനഗനഗടിയതുരീ വരവൗദരവൽ കമലൻ വിട്ടുണ്ടൂരി കഷം തേരി കനാരക ജഗരം തരവൽക്കമ പ്രഗുരു ഗുരുകുടിയതരവല വംശവരം തരവൽക്കമനഗ ജഗരം ദുരിവൽക്കമന ഊരി വരവരവരവനം ശകരഗ ജനഗടയതുരി ബലവനം ശകരഗ ജനഗടയതുരി ബലവടി ഊരി വശകലഗനഗ ജനഗടയതുരി ബലവൗദരവൽക്കമനഗ ജനഗടയതുരി ബലവരം ശകരഗ ജന ഓരി ബലവരവലം ശകരം തരവൽക്കമനഗ ജനഗടയതുരി ബലവരം ശകരഗ ജന നിഗലഗനഗ ജഗലഗ ദുരവടയതുരി ബലവരവടി നിഗജഗ ആത്മാവിൽ അത് വളർന്നു എന്നിൽ ജ്വാലയായി പകർന്നു എന്നിൽ ആത്മാവിന് അത് വളർന്നു എന്നിൽ ജ്വാലയാ. ഓ ഇന്ത്യ യേശു വേണം ഞാനും കൂട്ടാളിയാകും. ഓ ഇന്ത്യ യേശു വേണം ഞാനും ആരാധിക്കൂ ഞാൻ ആരാധിക്കും. ഓ യേശുവേ ഞാൻ അങ്ങേ ആരാധിക്കും. ഓ ആരാധിക്കും ഞാൻ ആരാധിക്കും. യേശു എല്ലാം മുഴങ്കാലും മടങ്ങിടും യേശുവിൽ ഇന്ത്യ ഒന്നായിടും. ഓ എല്ലാം മുഴങ്കാലും മടങ്ങിടും യേശുവിൽ ഇന്ത്യ ഒന്നായി. ഓ ഇന്ത്യ യേശു നേടും ഞാനും കൂട്ടാളിയാകും. ഓ ഇന്ത്യ ഓരവരം ശകരക ജഗനാം തെരിവൽക്കവനം ശകരവ ജഗനാന്തരവൽക്കവനക ജഗന വൈഡവരം ശകരക ജഗനക ദുരബലിയതുരി ബലവരം ശകരക ജഗനക ദിനകലയതുരി ബലവം വൈഡാമനകലയതുരി ബലവം ശവരം തരവൽക്കവനക ജനകലയതുരി ബലവദയതുരി ഊടരവൽക്കവനക ജനകലയതുരി ബലവം യദുരി ബലവൗശവരം ധരവൽക്കമനക ജഗനക ദുനബലയതുരി വൈഡാരക ജഗനബദരക യദുരി ബലവരം ശകരക ജഗനക ജന ജഗജഗനക ദുരബലയതുരി വൽക്കമനക ജഗനക യദുരി ബലവൗശം ധരവൽക്കമനക ജന ഏകേലിയം ശക്താനാരി ബനാദനക യദുരി വൽക്കമനക ജനക യദുരി വൽക്കമനക ജഗനക യദുരി ജഗരക ജഗനക ദുരബലവൗശവനം ധരവൽക്കമനക ജഗനക ബദരബലയതുരി ബലവരം ശകരക ജനക യദുരി ബലവ Nari Mallara Shaka Himalabana Uri bidi 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 yadara bala baushavaram dharavam kamana gajana yaduri bala varam shagara gajana gajana rekene rekene shadara bala bashagana gajeli bana gajana gajana yaduri bala yadara bala bausham dharavam kamana gajana yaduri bala kamana barabada yaduri bala bala baraba shamdara bal kamanam shagaram dharavam kamana gajana yaduri bala varam shagara gajana bal kamana ikala bashakara bala 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 yaduri
Vaidabaram Shagaram Taravalkamana Gajanagadu Rivalabaram Shagaragajanagan, Vaidabaram Shagaram Taravalkamanagadanagadayadu Rivalabau, Vaidaragajagaram Shagaram Taravalkamanagadanagadayadu Rivalabau, Daravalkamanagaja, Udarabalabaram Shagaragajanagadayadu Rivalabaram Shagaragajanagadayadu Rivalabaram Shagaragajana, Uribala Bashakanaganaganagadanagadanagadayadu Rivalabau, Daravalkamanagajana. Urabalabalabalabataya duribala baushabaram taravalkamanagajanagadaya duribalabaram shagaragajanagadaya Uribalabaram shagaram taravalkamanam shabaram taravalkamanagajanagadaya duribalabana Urabashakalakarabana vedanaragajagalam taravalkamanagajanagadaya duribalkamanagajagalam shagaram taravalkaman Uribandana shakaravana terividiyam turavalkamanam shagaram taravalkamanagajanagadaya Ribala riba shaka riba laka raka shaka laka shaka rika nagana ragaja nagana ragaja Vaidabaram shagaram taravalkamanagajana gadaya duribalabaram shagaragajana gadaya duribalabaravadana Udiviri agarabalam shagarabarabaram laka shaka laka raka raka lagana ragaja lagana ragaja Uribana bashaba laka raka naga riba rabada vaida managa ragaja lagada lagana Uribala shagaram taravalkamanam shabaravaram taravalkamanagajanagadaya duribalabavuda negajiganagadurabadaya duribalabaram shagarabanagadurabadaya taravalkamanagajanagadaya Urabaram balavaudaravalkamanagajanagadaya duribalabaram shagaragajanagadaya duribala Udabarabarabaram shagaragajanagadaya duribalabaram shagaragajanagadaya duribala Udana rashakana rikana ganana Rivalkamana Madura Malam Shagarabajanagadaya Rivalkaman Urabalava Shakarabana Shagari Vaidabaram Shagaram Taravalkamanagajanagadaya Rivalkamana Madura Madaya Rivalam Shagaragajana Udabaram Udaravalkamanagajanagadaya Rivalabaram Shagaragajanagadaya Ribana Rashalana Ravala Ramana Gashakulu Ekenirikana la rashana la tala rakamana shikiri kalaba Vaidamana shakala baravana vegana vagadi ribana vashankuri kamana bajana Ekeniribalam vashamvirigana taragaya ribalam shagarabana madurabana ribalam shagar Uri baba mana shakara bavdama shadagana ragana ragana Darabalabaram shagaragajanagadurabalabalaya Urima Voshyamana Kalka Voshyatarabhanava Urimana Shalaka Ragajana Rabana Rabarabalaya Vajavaram Shagaram Taravalkamanagajanagadana Urivaravalkana Voshana Tarabala Varavaudana Shavana Madhurabalaya Vivaram Shagaragajana Viri Adarabarabarabarabana Vashyamdara Virigalaya Vivaram Shagaragajana Vivaravanabalaya Vivaravana Voshyavaram Taravalkamanagajana Shakala Barabana Shakala Reki Reki Bana Bashaka Bana Bashaka Ragavia Dibala Vaudara Shamanam Dibala Vaudara Valkamanagajana Dibala Varam Shagaragana Dibala Varabala Dibala Shamanam Kamanagajana Dibala Vaudara Valkamanagajana Bana Bashaka Ragavia Dibini Vaudara Valkamanagajana Dibala Varam Shagaragana Vana Vashidiri Kaya Karabasa Jana Gala Karabana Vaidarabalam Vaudaraman Kamanam Shagaram Taraval Kamanagajanagadaya Dibalabaram Shagaragajanagadaya Dibalabaram Shagaragajana Oh Rivana Shantadi Kana Dale Karamana Nama Rivana Jatana Viki Shagarabaram Shagaragajanagadaya Dibalabaram Shanda Ribal Kamanagaduna Yadribala Yadribala Kamanagaduna Yamaraban Udaraba Shakana Ravadiam Udabala Udian Shakana Ravadiamula Udibidi Yadribal Kamanavana Shan Rigatayam Udavanagayam Taravala
Come on,
Shandara Valkavanaka Janakaya Rivalavaram Shagaram Taravalkavanaka Janakaya Rivalavaram Shagarakaya Rivalava Udavana Pataya Rivalam Shekanavandara Valam Taravudara Valkavanaka Janakaya Rivalkavana Badurabaya Rivalam Shagarakaya Vaidara Valavadaya Rivalava Shandara Valkavanaka Janakaya Rivalkavana Badurabaya Rivalam Shagarakaya Rivalavana Udara Vanavadaya Rivalkavanam Shagaram Taravalkavanaka Janakaya Rivalavanam Shagarakaya Rivalavaram Shagarakaya Rivalava Ekana Riga Lagana Ragajana Yaduri Ramshandara Vadaya Turavalkavanaka Janakaya Rivalavaram Shagarakaya Rivalava Udara Vaishavanandara Udavadavadaya Turi Ashavalam Teriviliana Riva Ramashandara Vanavara Udara Valkavana Vadaya Shavana Udara Valavadayatana Udavana Udara Valkavana Vadam Shikara Jagalam Terivilian Udavana Udavara Shavana Udara Udavadavadaya Rivalavadaya Rivalavudara Valkavana Gajanakaya Rivalava Shamdara Valkavana Gajanakaya Rivalavadaya Rivalava Shamana Vadaya Udara Vanavadaya Rivalava Udara Valkavana Shavaram Taravalkavana Gajanakaya Rivalavaram Shikara Nada Rabba Shakala Rabba Shakala Darabala Gashakana Garaga Lagana Ragajana Gadana Vadaya Rivalava Udara Valkavana Gajanakaya Rivalava Shavana Udavadavadaya Rivalavadaya Rivalavadaya Rivalava Shavana Rivalakana Vadara Raga Vaida Rabana Shakiriyan Udala Bashakamana Baudrividia Ravalavadaya Rivalavadaya Rivalkavana Ribanaga Shandara Vidia Rivalkavana Ravadaya Rivalavudara Valkavana Gajanakaya Rivalavara Shavana Vadavadaya Rivalkavana Old Rivalavadaya Dhara Raga Jagana Shakaravadaya Rivalavadavadaya Rivalkavana Ravadaya Jaganagadurabadaya Dharavalkavana Gaduruya Dharavadaya Rivalkavana Ravadaya Durivana Shandara Valavudara Valavadaya Ura Baba Shaka Barabala Shakara Valavadaya Rivanavadaya Rivalkavana Ravadaya Rivalkavana Ravadaya Rivalkavana Ravadaya Egaregaya Rivalavadaya Rivalkavana Ravadaya Durivana Shamdeli Hatul Kavana Vadaya Rivalkavana Ravadaya Rivalkavana Rigana Radagaya Rivalavana Baba Baragana Shatala Ragana Regaya Rivalavadaya Rivalkavana Ravana Shamdara Valavadaya Rivalkavana Udiasha Narala Kasha Rivala Baba Rabalavadaya Rivalkavana Vaidravana Vadaya Rivalavadaya Rivalkavana Ravadaya Rivalavana Valavadaya Rivalam Shakaravadaya Rivalkavana Jaravalkavana Derividia Udiyamkaravana Shavana Vidia Ravala Valavadaya Rivalkavana Vadaya Rividia Ravala Valavadaya Rivalavana Vadaya Vigana Jagalagaya Rivalavadaya Rivalkavana Vadaya Rivalavadaya Rivalkavana Vadaya Shandara Udiyashamana Ravala Gadaya Rivalavadaya Rivalkavana Vadaya Rivalkavana Vadaya Rivalkavana Vadaya Rivalavadaya Oh, Riana Rara Shangari Valavana Udara Valavana Valavadaya Rivalkavana Siriana Lara Shana Devana Udara Valavadaya Yantara Yantara Valkavanam Shagaram Valkavana Gajanakaya Rivalavana Vidia Ravala Rivalava Udiyama Shandari Valamana Shandiri Lara Shanduri Vilkivina Valkavanam Shagaram Valkavana Gajanakaya Rivalavudara Udavalavadaya Rival Baudara Vanavaram Gajanakaya Rivalkavana Shamana Valkavana Riva Shanda Rivala Vanada Rivala Kana Shandiri Dakanduru Dugu Shambhala Vanigarava Rividia Ravala Rivala Baudara Valkavana Gajanakaya Rivalavadaya Rivalavaram Shagaravadaya Rivalavana Baudara Valkavana Gajanakaya Rivalavadaya Shambiri Vallava Shambiri Vallava Shambiri Vidia Ravala Rivalavadaya Udiyandara Valkavana Gajanakaya Rivalavaram Shagarakaya Rivalavadaya Rivalavadaya Shavana Uriyana Ravallava Shandara Vedaya Rivana Shandara Valam Sharaka Jagana Ragaja Oh Hallelujah Hariyana Shikiri Allah Shandara Vanara Valavadaya Rivalavadaya Valkavana Vaidamanaga Ragana Jagala Ragana Ragaje Divana Riva Shala Rata Nata Rekala Vashakara Vata Vashagana Ragala Ragana
Kashandri Kalamanaga Benam Darabalam Paramaudaraval Kamanaga Janagaya Kashada Laga Ragana Gashada Laka Rabana Baba